നടിയും നിർമ്മാതാവുമായ ശ്രീമതി സാന്ദ്ര തോമസ് ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ഒപ്പം തിരക്കഥാകൃത്ത് ശ്രീ വിനു കിരിയത്ത്, ഫെഫ്ക ഭാരവാഹി കൂടിയായ ശ്രീ ജോസ് തോമസ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ബൈജു കൊട്ടാരക്കര എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ വിനു കിരിയത്ത്, ഇതിപ്പോൾ മലയാള സിനിമയിൽ മറ്റൊരു പരാതി കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ ബി ഉണ്ണികൃഷ്ണൻ, ആന്റോ ജോസഫ് എന്നീ രണ്ട് പ്രമുഖർക്കെതിരെ, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണല്ലോ അല്ലെ, ആന്റോ ജോസഫ് പ്രമുഖനായ നിർമ്മാതാവ് കൂടിയാണ് മലയാള സിനിമയിലെ. ഈ രണ്ടു പേർക്കുമെതിരെ പരാതി വന്നിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയതിന് ആ നിർമ്മാതാവിനെ, അവർ നടി കൂടിയാണ് സാന്ദ്ര തോമസ്, അവരെ മലയാള സിനിമയിൽ സഹകരിപ്പിക്കുന്നില്ല എന്ന പരാതിയിലാണ്. അതീവ ഗൗരവമുള്ള ഒന്നാണല്ലോ ഇത്. ഇവർ മൂന്ന് പേരും ഞങ്ങളുടെ ഒരേ കുടുംബം എന്ന് തന്നെ ഞാൻ പറയും, സിനിമാ കുടുംബമാണ്. ഞാൻ ഇത് നേരത്തെ പറഞ്ഞാണ്, ഏതൊരു ചർച്ചയും കുടുംബത്തിനുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടത്. കേസും വഴക്കുമായിട്ട് പോകുമ്പോൾ ശത്രുതകൾ കൂടുന്നു. ആ ഇൻഡസ്ട്രിക്ക് ഭയങ്കര നാണക്കേട് കുറേ നാളുകളായിട്ട് പല കാരണങ്ങളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു. ഇതെൻ്റെ അഭിപ്രായമാണ്. സാന്ദ്രയുടെ ഫീല് സാന്ദ്രയ്ക്കറിയാം, ഉണ്ണികൃഷ്ണൻ്റെ വിഷമം അവർക്കറിയാം. ഈ പറഞ്ഞ പോലെ സാന്ദ്ര ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ബാലതാരമായിട്ട് എൻ്റെ സിനിമയിലാണ്, ചെപ്പുവിൽ കിട ചങ്ങാതി. ഞാനും രാജൻഗിരിയത്തും കൂടെ എഴുതിയ പടത്തിലാണ് ആദ്യമായിട്ട്. അതിനുശേഷം അവർ വലിയ നിർമ്മാതാവായി ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി, നല്ലൊരു നിർമ്മാതാവ് എന്നുള്ള പേര് കേട്ടു. ഇതിനിടയ്ക്ക് ഇൻഡസ്ട്രിക്കകത്ത് പല പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ട് എന്ന് പറയുന്നു. എനിക്ക് അതിനകത്ത് ഒരു പോയിന്റ് മാത്രം പറയാനുള്ളതെന്ന് വെച്ചാൽ, ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്കയുടെ, ഞങ്ങളുടെ എല്ലാം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്നതിനോട് മാത്രമേ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം പല ഇഷ്യൂസും എൻ്റെയും ഇത്രയും ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉണ്ണികൃഷ്ണനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം അഭിപ്രായം, അതിപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അവിടെ വിനു കിരിയത്ത് നോക്കാറില്ല, മുഖത്ത് നോക്കി പറയാൻ ആർജവമുള്ള, എപ്പോഴും അങ്ങനെ വേണം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾ. അദ്ദേഹം അങ്ങനെ തന്നെയാണ് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കെ പി ലളിതയുടെ മകൻ സിദ്ധുവും ഞാനുമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ഞാൻ വിചാരിച്ചു ബി ഉണ്ണികൃഷ്ണൻ ചിലപ്പോൾ കെ പി ലളിതയുടെ മകൻ, കെ പി ലളിത അന്ന് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് പോയത്. പക്ഷെ സത്യം പറയാം, ന്യായം എൻ്റെ ഭാഗത്തായിട്ട് ഉണ്ണികൃഷ്ണൻ എൻ്റെ കൂടെ നിൽക്കുകയും അത് കാരണം ഞാനും സിദ്ധുവും ഇന്നും നല്ല സുഹൃത്തായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സൗഹൃദങ്ങൾക്ക് നമുക്ക് വില കൽപ്പിക്കണമെങ്കിൽ ഒരു നല്ല ചർച്ചയിലൂടെ ഇത് സമവായത്തിൽ. പക്ഷേ ഇവിടെ സാന്ദ്ര തോമസ് പറയുന്ന പരാതി എടുത്ത് നോക്കിയാൽ ഇപ്പോൾ FIR-ൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയ ആളാണ് ശ്രീമതി സാന്ദ്ര തോമസ്. അതിനുശേഷം അവരെ സിനിമയിൽ സഹകരിപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, അതിനു മുൻപ് ചില മീറ്റിങ്ങുകളിൽ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും സാന്ദ്ര തോമസ് പറയുകയാണ്. അപ്പോൾ അവരെ അവിശ്വസിക്കേണ്ട കാര്യം എന്താണുള്ളത്? അവരും മലയാള സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്, പല ഹിറ്റ് സിനിമകളുടെയും നിർമ്മാതാവാണ്. അപ്പോൾ അവർക്കും ഈ സിനിമയുമായി മുന്നോട്ട് പോകണമല്ലോ. അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അവർക്ക് മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്നത്, മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷെ അവർ പറയാൻ മടിക്കുകയാണ്. എന്തിനു വേണ്ടി? നിലനിൽക്കണമെങ്കിൽ അത് വേണം, അതിനു വേണ്ടിയാണ്. പക്ഷേ ഇവർ ധൈര്യപൂർവ്വം അത് പറയുവാൻ സന്നദ്ധയായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. കേസായാലും കുഴപ്പമില്ല എന്ന്. അല്ല മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മീറ്റിങ്ങിൽ കുറേ പേര് ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ കുറച്ച് പേരെങ്കിലും സാന്ദ്രയുടെ കൂടെ വന്നിട്ട് തെളിവിനായിട്ട് പറയണ്ടേ? സാന്ദ്ര തെളിവ്, ഞാൻ പറഞ്ഞു സാന്ദ്രയ്ക്ക് ഒരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ സാന്ദ്ര തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു സംവിധായകന് അഡ്വാൻസ് കൊടുത്തിരിക്കും, കുറച്ച് താരങ്ങൾക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കും. ആ എഗ്രിമെന്റ് എല്ലാം കൊണ്ടുവച്ചിട്ട് എനിക്ക് പടം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നിൽക്കാൻ ഞാൻ. ശ്രീമതി സാന്ദ്ര തോമസ് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി സാന്ദ്ര തോമസ്, ഈ പരാതി ഞാൻ FIR-ന്റെ കോപ്പി കണ്ടിരുന്നു. അതിൽ പറയുന്നത്, എന്നാണോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷമാണ് ഇങ്ങനെ നിസ്സഹകരണം ഉണ്ടായത് എന്നാണ്. അത് ബി ഉണ്ണികൃഷ്ണൻ നേരിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞും താങ്കളെ മലയാള സിനിമയിൽ സഹകരിപ്പിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഒരു പ്രശ്നം മാത്രമാണോ ഇത്? അതിനുശേഷമുള്ള താങ്കളുടെ സിനിമാ പദ്ധതികളെയാണോ ഇവർ തുരങ്കം വെക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന്, ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഇൻസിഡൻസ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഈ FIR ഇട്ടിരിക്കുന്നതും ഇതെല്ലാം, ഒരു സെക്കൻഡ് ഉണ്ടല്ലേ, ഈ FIR ഇട്ടിരിക്കുന്നതെല്ലാം ഇപ്പോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നെ പുറത്താക്കിയതുമായി സംബന്ധിച്ച് അതിലും ശ്രീ വി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടിരിക്കുന്നു.
എന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ പുറത്താക്കുന്നതിൽ പുള്ളി ഇടപെട്ടിരുന്നു. ഇത് കൂടാതെ ഇതിനു മുമ്പും എന്റെ പല സിനിമകളിലും പുള്ളിയുടെ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പലപ്പോഴും സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭീഷണിയുടെ സ്വരം ഇപ്പൊ എന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് എപ്പോഴും സാധാരണ ആണുങ്ങളെ പോലെ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നമ്മൾ ഭയന്നു പോവാറുണ്ട്. അപ്പം എന്റെ ആദ്യത്തെ സിനിമയിലൊക്കെ എനിക്ക് ഉണ്ടായിരിക്കുന്നത് അതാണ്. എന്റെ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ മുതൽ ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് എനിക്ക് മോശം അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇപ്പം ശ്രീ വിനു സാറ് പറഞ്ഞ പോലെ പുള്ളിക്ക് ചിലപ്പോൾ നല്ല അനുഭവങ്ങളായിരിക്കാം. ഇപ്പൊ എല്ലാവരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പലരോടും പല രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പം ഇന്ന് തന്നെ ഇപ്പൊ ഷാലു പേയാട് എന്ന് പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫർ പുറത്തു വന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയാളെയും ഇതുപോലെ തന്നെ മലയാള സിനിമയിൽ ജോലി ചെയ്യിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ ഒരു സ്ഥിരം വാചകമാണിത്. ഇനി മലയാള സിനിമയിൽ പുള്ളിയാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്നും മലയാള സിനിമയിൽ പുള്ളിക്ക് എതിരായി സംസാരിച്ചാൽ അവരെ നിലനിർത്തില്ല, ഇവിടെ അവരെ സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതും പുള്ളിയുടെ ഒരു സ്ഥിരം ഭാഷ്യമാണ്. അത് എന്നോട് മാത്രമല്ല വേറെ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അത് പറയില്ല, അത് ചെയ്യില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞത്, അദ്ദേഹം അതിനൊരു വിശദീകരണം നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു മീറ്റിംഗിൽ പോലും ശ്രീമതി സാന്ദ്ര തോമസും അദ്ദേഹവും ഇരുന്ന് സംസാരിച്ചിട്ടില്ല എന്നാണ്. എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ശ്രീമതി സാന്ദ്ര തോമസ്, ഏത് മീറ്റിംഗിലാണ് ഇങ്ങനെയുള്ള ഒരു മോശം അനുഭവം താങ്കൾക്ക് നേരിടേണ്ടി വന്നത്? അതിൻ്റെ ഒരു ഏത് സിനിമയുടെ ചർച്ചാവേളയിലാണിത്? അതല്ലെങ്കിൽ ചില 3 സിനിമകളുടെയാണെന്ന് തോന്നുന്നു. ഒരു നഷ്ടപരിഹാര ചർച്ച വേണ്ടി വന്നിട്ടുണ്ടല്ലോ. ആ മീറ്റിംഗിലാണോ ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് സംസാരിച്ച് അത് വളരെ നന്നായി കൺവിൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നും എന്നോട് ഒരു മീറ്റിംഗിൽ പോലും ഒരുമിച്ചിരുന്നിട്ടില്ല എന്നും ഉള്ളൊരു പച്ചക്കള്ളം ഒരു ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാള് പൊതുമാധ്യമത്തിൽ വന്ന് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ഈ ജൂതൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽമെന്റ് നടക്കുമ്പോൾ അദ്ദേഹമാണ് ശ്രീ ഭദ്രൻ സാറിന് വേണ്ടി അവിടെ വന്നിരുന്ന് സംസാരിച്ചതും. ശരിയാണ്, ഞാൻ അവസാനമാണ് വരുന്നത്. പുള്ളി സംസാരിച്ചതിന് ശേഷം ഞാൻ അവസാനം വന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ആ സിനിമയുടെ പേരിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചു. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തു, ഒരുപാട് എന്റെ കോണ്ടാക്ട്സും എന്റെ ഗുഡ്വില്ലും ഉപയോഗിച്ച് ഞാൻ ആ സിനിമ സെയിലാക്കാൻ ശ്രമിച്ചിരുന്നു. അത് നടന്നിരുന്നു. അപ്പൊ അതൊക്കെ വെള്ളത്തിലായ ഒരു സ്ഥിതിയിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമയിലും ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സിനിമയിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞതിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിക്കുക, അത് വലിയ എമൗണ്ട് ആണ്. വലിയ എമൗണ്ട് തന്നെയാണ്. ഞാൻ അതിനുവേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന്. അപ്പൊ അത് തരില്ല എന്ന് മാത്രമല്ല, എന്നെ ഇനി മലയാള സിനിമയിൽ നിർത്തില്ല, എന്നെ കൊണ്ട് സിനിമ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷൗട്ട് ചെയ്ത് വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇമ്മീഡിയറ്റ്ലി പുള്ളി ചെയ്തത് അന്ന് എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നിർത്തിച്ചു വെക്കുകയാണ് ചെയ്തത്. നിർത്തിച്ചു വെച്ച് എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ അതിന്റെ എഡിറ്റർ സംസാരിച്ച ഫെഫ്കൻ എന്ന് പറഞ്ഞു, ഇത് നിർത്തി വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ആ വോയിസ് മെസ്സേജ് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇടപെടണം, ഇതെനിക്ക് എന്റെ പടത്തിന്റെ വർക്ക് നടത്തിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോകും എന്ന് പറഞ്ഞപ്പോഴാണ് അവരിടപെടുന്നതും അന്ന് എന്റെ എടക്കാട് ബറ്റാലിയൻ എന്ന സിനിമയുടെ വർക്ക് നടത്തുന്നു. അപ്പൊ പുള്ളി വെല്ലുവിളിക്കുകയും ചെയ്യും, അത് നടപ്പാക്കുകയും ചെയ്യുന്ന ആളാണെന്ന് പുള്ളി തെളിയിച്ച ആളാണ്. അപ്പം അതുകൊണ്ട് പുള്ളി ചെയ്യില്ല, വെല്ലുവിളിക്കില്ല, അല്ലെങ്കിൽ ഞാനുമായിട്ട് പുള്ളി ഒരുമിച്ചിരുന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളത്തരമാണ്. ഞാനും അദ്ദേഹവും മുഖാമുഖം വന്ന് സംസാരിച്ചതാണ്. പുള്ളി നിൽക്കുകയും ഞാൻ ഇരിക്കുകയുമായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയുടെ കേസിലാണ്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമയുടെ ഇതില് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ എനിക്ക് കോമ്പൻസേഷൻ തരണമെന്ന് തീരുമാനിച്ചു വെച്ചതിന് ശേഷം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അന്നത്തെ എന്റെ പാർട്ട്ണറായിരുന്ന വിജയ് ബാബുവിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് പ്രഷർ ഇടിയിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് പ്രഷർ ഇടുകയും
ഈ കോമ്പൻസേഷൻ വാങ്ങിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ ശ്രീ ബി ഉണ്ണികൃഷ്ണനും അതിന്റെ ഡയറക്ടറായ ജൂഡും മിഥുനും ഞാനും കൂടെ ഒരു ഹോട്ടലിൽ ഇരുന്ന് സംസാരിച്ച് അവിടെ വെച്ച് ശ്രീ ബി ഉണ്ണികൃഷ്ണനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫെഫ്ക ഇനി മുതൽ സാൻഡ്രയുടെ ഒരു സിനിമയിൽ സഹകരിക്കില്ല, സാൻഡ്രയെ കൊണ്ട് സിനിമ ചെയ്യിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി. അന്ന് ഞാൻ താരതമ്യേന പുതിയ ഒരാളാണ് സിനിമയിൽ. എനിക്ക് സിനിമയെ കുറിച്ച് വലിയ അറിവോ അധികം ആളുകളുമായിട്ട് പരിചയമോ ഒന്നുമില്ല. അപ്പം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ഒരാൾ എന്നെ ഇനി സിനിമ ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ ഭയന്നു. ആ ഭയത്തിലാണ് ഞാൻ അന്ന് ശരി ഓക്കെ ഞാൻ എനിക്ക് കോമ്പൻസേഷന്റെ ഇഷ്യൂ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇൻസൾട്ട് ചെയ്തതിനുള്ള ഒരു മാപ്പാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് ഇവർ രണ്ടുപേരെ കൊണ്ടും എനിക്ക് ഒരു അപ്പോളജി ലെറ്റർ എഴുതി തരികയാണ് ഉണ്ടായത്. എന്നിട്ട് അതിനൊരു കോമ്പൻസേഷൻ എന്നോണം ഞാൻ ചെലവാക്കിയ 3.5 ലക്ഷം രൂപയും അതിന്റെ കൂടെ ഒരു 3 ലക്ഷം രൂപയും കൂടെ ചേർത്ത് അങ്ങനെ 7 ലക്ഷം രൂപയാണ് എനിക്ക് അന്ന് വാങ്ങിച്ചു തന്നത്. അത് അദ്ദേഹം തെറ്റായ രീതിയിലാണ് ചാനലുകളിലൊക്കെ ഇപ്പൊ പറയുന്നത്. 7 ലക്ഷം രൂപയും കോമ്പൻസേഷൻ ആണ്. അന്ന് ജൂഡിനൊന്നും ആ സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലം ലഭിച്ചില്ല. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സിനിമ, അന്ന് ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ, അത് എന്തുകൊണ്ട് അന്നത്തെ അതിന്റെ പ്രൊഡ്യൂസറായ ശ്രീ ആൽവിൻ ആന്റണിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്ത, അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സിനിമയാണ്. എന്തുകൊണ്ട് അയാൾ അതിന്റെ ഡയറക്ടർക്ക് ശമ്പളം കൊടുത്തില്ല? അതെന്തുകൊണ്ട്? ഈ ശ്രീ ആൽവിൻ ആന്റണി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ ഫെഫ്കയുടെ തന്നെ മെമ്പറാണെന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു, അസോസിയേറ്റ് മെമ്പർ ആയിരിക്കാം. എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തുകൊണ്ട് അതിനകത്ത് ബി ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യം ഈ ഓം ശാന്തി ഓശാനയുടെ കാര്യവും ഭദ്രന്റെ സിനിമയുടെ കാര്യവും അതുപോലെ പത്മകുമാറിന്റെ സിനിമയുടെ കാര്യവും, ഈ മൂന്നിടത്തും ന്യായമായ കോമ്പൻസേഷൻ സാന്ദ്ര തോമസിന് വാങ്ങിക്കൊടുക്കുന്നതിൽ താനാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ ഇന്ന് പറഞ്ഞത്. അത് സാന്ദ്രയ്ക്ക് ചിലപ്പോൾ പിന്നീട് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം എന്നാണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം വന്നിട്ടുള്ളത്. അല്ല, ഒരിക്കലും. ഇപ്പൊ മൂന്നാമത്തെ ഇൻസിഡന്റ്, ഇപ്പൊ മറ്റേ 2 ഇൻസിഡന്റ് ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് പപ്പേട്ടന്റെ ഇൻസിഡന്റ് ആണ്. എനിക്കത് ഇങ്ങനെ ഒരു പൊതുമാധ്യമത്തിൽ വന്ന് അതിനെക്കുറിച്ച് കൂടുതൽ പറയണം എന്നില്ല. കാര്യം അത് പലരുടെയും പേര് നശിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു അങ്ങനെ ഒരു ഇതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 25 ലക്ഷം രൂപ എനിക്ക് ഇതേപോലെ തന്നെ ഞാൻ അഡ്വാൻസ് കൊടുത്ത്, ഞാൻ ഡയറക്ടർക്കും റൈറ്റർക്കും മെയിൻ ലീഡ് ആക്ടർക്കും അഡ്വാൻസ് കൊടുത്ത് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്നൊരു സിനിമയാണ്. പക്ഷെ ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ സിനിമ അവര് ഞാൻ അറിയാതെ വേറൊരു പ്രൊഡ്യൂസർക്ക് കൊണ്ട് കൊടുത്തു. അത് കൊടുത്ത് അവര് സിനിമ തുടങ്ങാൻ നേരമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സിനിമ ഇവർ തുടങ്ങാൻ പോവുകയാണെന്നുള്ള കാര്യം തന്നെ. ഇത് ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കംപ്ലൈന്റ് ചെയ്തതിന് ശേഷം അവരാണ് 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ എനിക്ക് വാങ്ങിച്ചു തന്നത്. അത് ന്യായമായും എനിക്ക് തരേണ്ട കേസുകളാണ്. കാര്യം ഇതെല്ലാം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമകളാണ്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമകളിൽ നിന്ന് അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടുന്നതിൽ നിന്ന് ഒരു ഷെയർ മാത്രം. കാര്യം അതുണ്ടാക്കി അതൊരു പ്രോജക്റ്റ് ആക്കിയത് ഇതൊരു ബിസിനസ് ആണ്, അല്ലെ? ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണ്. അപ്പം ഒരാൾ ഉണ്ടാക്കുകയും വേറൊരാൾ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുക. അപ്പം ഈ ഉണ്ടാക്കിയ ആള് ശശിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് ന്യായമായ കാര്യം. പക്ഷേ ബി ഉണ്ണികൃഷ്ണൻ ആ സമയത്ത് താങ്കളെ ഇനി മലയാള സിനിമയിൽ സിനിമ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിനുശേഷവും താങ്കൾ ഒട്ടേറെ സിനിമകൾ മലയാള സിനിമയിൽ നിർമ്മിക്കുവാൻ താങ്കൾക്ക് അവസരം കിട്ടുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അത് മറ്റുള്ളവരോട് പറഞ്ഞ് താങ്കളുടെ അവസരം മുടക്കിയിട്ടില്ലല്ലോ ഇല്ലേ ആ സമയങ്ങളിൽ? ഞാൻ സിനിമ ചെയ്തത് എന്റെ ഒരു ആർജവം കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പലപ്പോഴും ഇപ്പം വിനയൻ സാറിനെ പോലെയുള്ള ആളുകള് കോമ്പറ്റീഷൻ കമ്മീഷൻ വരെ പോയി അത് ജയിച്ചു കൊണ്ടുവന്ന് ഇവര് സുപ്രീം കോടതി വരെ പോയിട്ട് പോലും അവർക്കത് ഫൈൻ അടയ്ക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും എനിക്ക് ഈ ഒരു തൊഴിലല്ലാതെ ഞാൻ വേറൊരു തൊഴിലും ചെയ്തിട്ടില്ല. ഞാൻ ഈ സിനിമയിലാണ്, ഇതാണ് എന്റെ മേഖല. അപ്പൊ ഇവിടെ എന്ത് രീതിയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വേറെ വ്യക്തി വൈരാഗ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ ഭീഷണിപ്പെടുത്തുന്ന അല്ലെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയോടാണ് എനിക്ക് എതിരഭിപ്രായം. ഈ കാര്യങ്ങളെല്ലാം താങ്കൾ ഹേമ കമ്മിറ്റി മുൻപാകെ പറയുകയും ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി മുമ്പാകെ എനിക്കത് അന്ന് ഞാൻ ഓൾറെഡി മൊഴി കൊടുത്തു കഴിഞ്ഞതായതുകൊണ്ട് മൊഴി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഈ പറയുന്ന ഇൻസിഡൻസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആരോട്, ഞാനൊരു തൊഴിൽ ദാതാവാണ്. അപ്പം ഇത് ഞാൻ ആരോടാണ് ഇത് പോയി കംപ്ലൈന്റ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോ ഞാൻ നമ്മുടെ അസോസിയേഷനിൽ തന്നെയുള്ള 1-2 പേരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാനൊരു ഇടമില്ല. അതുകൊണ്ട് തന്നെ ഹേമ മാമിനോട് ഇതിനെ കുറിച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഞാൻ ഹേമ മാമിനോടും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. മാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ സിറ്റുവേഷൻ ഇതാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ഹേമ മാമിനെയും ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷമാണല്ലോ, ഓഗസ്റ്റിലാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതിനുശേഷം ഇതേ കാര്യങ്ങൾ തുടർന്നു, അങ്ങനെയാണോ? അതിനുശേഷം പലരോടും പറഞ്ഞു താങ്കളെ സഹകരിപ്പിക്കേണ്ട മലയാള സിനിമയിൽ അതും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതായത് ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയല്ല, ഞാൻ ഒരു സ്ഥിരമായി പുള്ളി ഇപ്പൊ എന്നോട് സഹകരിക്കരുത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വലിയ വ്യക്തി വൈരാഗ്യങ്ങളും ഇല്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ആണ് ഉള്ളത്. ഞാൻ പറയുന്നത് ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കുന്നു എന്നുള്ളതാണ്. അതിനോടാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അല്ലാതെ എന്റെ പുറകെ നടന്ന് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊണ്ട് സിനിമ ചെയ്യിപ്പിക്കാതിരിക്കുന്നു എന്നുള്ളതല്ല. പിന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അതിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള അവരെന്നെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് എനിക്ക് അവിടെ വിശ്വസ്തമായ സോഴ്സുകളിൽ നിന്നും ഞാൻ അറിഞ്ഞത് കൊണ്ടാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയാണ്. കാര്യം ഇപ്പൊ എന്റെ കേസിൽ മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പല ഡിസിഷൻ മേക്കിങ്ങിലും ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ കൈകടത്തലുകൾ ഉണ്ടാവാറുണ്ട്. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിലൊക്കെ എനിക്ക് എതിരഭിപ്രായമുണ്ട്. ഒരു അസോസിയേഷനിൽ ഇരിക്കുമ്പോൾ ആ അസോസിയേഷന് വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ബേസിക്കലി പുള്ളി ഒരു നിർമ്മാതാവ് ആയതുകൊണ്ടും കൂടെ ആയിരിക്കാം. പക്ഷെ നിർമ്മാതാക്കളുടെ സംഘടനയിൽ വലിയൊരു കൈകടത്തൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ വാസ്തവമാണ്. പക്ഷേ നിർമ്മാതാക്കളുമായുള്ള സംഘടനയായിട്ടുള്ള ലീഗൽ ഫൈറ്റ് അത് താങ്കളാണല്ലോ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത്. താങ്കളെ പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുവാനുള്ള കാരണം? അതോ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റിയിൽ പരാതി നൽകിയവർക്ക് SITക്ക് മുൻപാകെ പരാതി കൊടുക്കാമല്ലോ, അങ്ങനെ കൊടുത്ത പരാതിയാണോ ഇത്? അതോ നേരിട്ട് പോലീസിന് നൽകുന്ന പരാതിയായിരുന്നോ ഇത് സെൻട്രൽ പോലീസിൽ? ഇത് ക്രിമിനൽ ഇന്റിമിഡേഷൻ ആണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ എന്നെ പുറത്താക്കിയതുമായി സംബന്ധിച്ച് ഇവര് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളിൽ നിന്നും ആളുകളെ വിളിച്ച് എന്നെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതിൽ നിന്നും അങ്ങനെയുള്ള പല കാര്യങ്ങൾ എല്ലാം കൂടെ ഒത്തിണക്കിയാണ് ഈ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി കോടതി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് വന്നത്. കാര്യം ശ്രീ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ സർക്കാരിലൊക്കെ വളരെയധികം സ്വാധീനമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എഗെയിൻസ്റ്റ് ഒക്കെ ഒരു കേസ് ഇടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ഇത് കോടതിയിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പം FIR ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലായേക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം ഈ FIRൽ പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം താങ്കളെ സഹകരിപ്പിക്കരുത് എന്ന കാര്യം പറയുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. FIRൽ അതാണ് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് താങ്കൾ ഹേമ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു, അതിൽ ഇഷ്ടപ്പെടാതെ ഒരു പകരം വീട്ടുന്നു ബി ഉണ്ണികൃഷ്ണനും ആന്റോ ജോസഫും ഒക്കെ. ഇതാണ് ആ പരാതിയുടെ കാതലും അതുപോലെ തന്നെ ഈ FIRലും അതാണ് പറഞ്ഞിരിക്കുന്നത് കാരണമായിട്ട്. അതെ, അത് കൂടാതെ ഞാൻ ഇപ്പൊ ഈ പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കമ്മിറ്റ് ചെയ്തിരുന്ന സിനിമകളുണ്ട്. അപ്പൊ ആ സിനിമകളിലും ആ സിനിമയും നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പലരെ കൊണ്ടും എന്റെ അടുത്ത് പറയിപ്പിക്കുന്നു. ഇത് ഞങ്ങൾ നടത്തിക്കില്ല,
എന്നൊക്കെ പറയിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ കേസിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, എന്നെ പോലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന വേറെ പലരുമുണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാരെയും പല രീതിയിലാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതൊന്നും ഇപ്പം കേസ് കൊടുത്ത് അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരാളെ പുറത്താക്കുക അല്ലല്ലോ അതിന്റെ രീതി. ഇപ്പൊ ഞാൻ തന്നെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇമ്മീഡിയറ്റ്ലി ഒരു എൻക്വയറി പോലും നടത്തുക, ഒരു ബേസിക് ഒരു ഏതൊരു അസോസിയേഷനും ചെയ്യുന്ന ഒരു എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. അതുപോലും നടത്താതെയാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ എന്ത് നീതിയാണ്? ഇങ്ങനെയുള്ള അസോസിയേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് കുറ്റക്കാർ തന്നെ അവര് കൂട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ന്യായാധിപന്റെ സ്ഥാനത്തിരുന്ന് എന്നെ പുറത്താക്കാനായിട്ടുള്ള ഇതിൽ ഒപ്പിടുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആളുകളാണെങ്കിലും ശ്രീ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് പുള്ളി ഇപ്പൊ 16 വർഷമായി ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം തന്നെ ഇന്ന് ഒരു ചാനലിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞു, എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ ഒരു അസോസിയേഷന്റെ തലപ്പത്തിരിക്കാനായിട്ട്. പിന്നെ ഫെഫ്കയിലുള്ള മെമ്പേഴ്സിന് ഈ ഫെഫ്ക തകർന്നു പോകുന്നുള്ള പേടിയുണ്ടോ ബി ഉണ്ണികൃഷ്ണൻ മാറിക്കഴിഞ്ഞാൽ? അതല്ലേ വേറൊരാൾക്ക് ഇത് ലീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് ഇതിനെ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ അദ്ദേഹം അതിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്? രാജിവെച്ചൂടെ? ശ്രീമതി സാന്ദ്ര തോമസ്, അതായത് സിനിമയിലെ ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ആ പവർ ഗ്രൂപ്പ് അവർ അതിന്റെ പകരം വീട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിലെ ഈ സംഭവത്തിൽ നിന്ന്? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണനും ഇപ്പം ഫെഫ്കയിലുള്ളവരാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു ഇപ്പൊ പറയുന്നത്, സാൻഡ്ര നാളെ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, എല്ലാ സപ്പോർട്ടും തരും എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിനെയാണ് ഞാനിപ്പോ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. അങ്ങനെ പറയുമ്പോ അങ്ങനെ ഒരു പുറത്തു പറയുകയും അകത്ത് വേറെ പണിയും തരുന്ന രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് പേരോട് ചെയ്തിരിക്കുന്നത് ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഫോർമുലയാണത്. അപ്പം പുറത്ത് പൊതുസമൂഹത്തിനോടും മാധ്യമത്തിനോടും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ ചർച്ചകളും നടക്കുകയാണ്, സമവായ ചർച്ചകൾ നടക്കുന്നു, ഒരു പ്രശ്നങ്ങളുമില്ല, സാൻഡ്രയുമായി ഞങ്ങൾക്ക് സഹകരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ നന്നായി പോകുന്നു എന്ന് പറയുകയും പുറകെ കൂടെ ചെയ്യാൻ പറ്റുന്ന പാരകളെല്ലാം വെക്കുകയും ചെയ്യിപ്പിക്കാതിരിക്കുകയും ഇൻഡസ്ട്രിയിൽ നിന്ന് ഓടിക്കാനും ശ്രമിക്കുന്നെന്ന് പറയുന്നത് ഒട്ടും ശരിയായ രീതിയല്ലല്ലോ. അതാണ് താങ്കൾ അമ്മയിലും അംഗമാണല്ലോ അല്ലേ? അമ്മയിലും അല്ല, ഞാൻ അമ്മയിൽ അംഗമല്ല, ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാത്രമാണ് അംഗമായിട്ടുള്ളത്. ശരി, അല്പസമയം കൂടി ദയവായി തുടരുക സൂമിൽ. ഇപ്പോൾ ശ്രീ ജോസ് തോമസ്, അദ്ദേഹം ഫെഫ്കയുടെ ഭാരവാഹി കൂടിയാണ് അല്ലേ, ഡയറക്ടേഴ്സ് യൂണിയന്റെ. ശ്രീ ജോസ് തോമസ്, ഈ പവർ ഗ്രൂപ്പ് ജോലി തുടങ്ങിയിട്ടുണ്ട്, പകരം വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സാന്ദ്ര പറയുന്നത്. അത് ശരിയുമാണല്ലോ. കാരണം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നിർമ്മാതാവിനോടാണ് ഈ ചെയ്തികൾ ഉണ്ടാകുന്നത്. മഞ്ജുഷേ, ഈ പവർ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണനും ആൻഡ്രോ ജോസഫും ഉണ്ടെന്നാണ് ന്യൂസ് 18-ന്റെ ആ ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതാരെങ്ങനെ തീരുമാനിച്ചു എന്നെനിക്കറിയില്ല. ശരി, അത് പോട്ടെ. ഞാൻ ഫെഫ്കയുടെ ഒരു ഭാരവാഹിയാണ്. ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ്. 18-19 വർഷമായി വളരെ അടുത്ത് പരിചയമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. ഇനി സാന്ദ്ര തോമസ് എന്ന് പറഞ്ഞാൽ, സാന്ദ്ര തോമസ് എൻ്റെ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച കുട്ടിയാണ്. മാത്രവുമല്ല, സാന്ദ്ര ജനിക്കുന്നതിന് മുമ്പേ സാന്ദ്രയുടെ മാതാപിതാക്കളുമായി സ്നേഹബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് തന്നെ പറയാം. സാന്ദ്രയുമായി ഇടയ്ക്ക് സംസാരിക്കാറുമുണ്ട്. ഇവിടെ എനിക്ക് സാന്ദ്രയുടെ സംശയങ്ങളിൽ, സാന്ദ്രയുടെ പ്രസ്താവനകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നും സാന്ദ്രയെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാണ് ഇടപെടുന്നത്? ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി മാത്രമാണ്. അപ്പോൾ ഒരു ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ഉണ്ണികൃഷ്ണൻ എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ആളാണോ? ഇനി സാന്ദ്ര തന്നെ ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും മെസ്സേജ് അയച്ച് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നെന്നും, സാന്ദ്രയുടെ അവസാന ലാസ്റ്റ് ചെയ്ത സിനിമ അതിൻ്റെ തിയേറ്റർ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഉണ്ണികൃഷ്ണനോട് പറയുകയും ഉണ്ണികൃഷ്ണൻ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയിൽ ഇടപെട്ട് അതിൻ്റെ ഷോർട്ട് ടൈമിങ്സിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തന്നു എന്നും പറയുന്നത് ഇന്ന് ഉണ്ണികൃഷ്ണൻ തന്നെ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു.
മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും സാന്ദ്രയുമായി ഒരു മീറ്റിങ്ങിൽ ഒന്നിച്ചിരുന്നിട്ടില്ല എന്നും പറയുകയുണ്ടായി. സാന്ദ്ര നേരത്തെ ഒരു ചാനലിൽ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ചാനൽ ഈ വിഷയങ്ങൾ പറയുകയും ഉണ്ണികൃഷ്ണൻ നിന്നെക്കൊണ്ട് സിനിമ ജയിക്കില്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ അന്ന് പ്രതികരിച്ചിരുന്നു. ഞാൻ ഫെഫ്കയുടെ പ്രതിനിധിയായതുകൊണ്ട് അന്ന് ഞാൻ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. എനിക്ക് അതൊന്ന് വിശദീകരിക്കണം തോന്നി. ഞാൻ തന്നെ ഒരു പ്രസ് മീറ്റ് നടത്താമെന്ന് തീരുമാനിച്ച് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തുടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, വേണ്ട ജോസേ, അവരിപ്പോൾ ആ സിനിമയുടെ പരാജയമോ എന്തൊക്കെയോ ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണ്, അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിന് പ്രതികരിക്കേണ്ട, അത് അവർ വളരെ ഇമോഷണലായി പറഞ്ഞതായിരിക്കും, അത് വിട്ടുകളയൂ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ആ പ്രസ് മീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. ഇന്ന് സാന്ദ്ര ഒരു ചാനൽ പറയുന്നത് കേട്ടു, ഒരു പ്രസ് മീറ്റ് നടത്താൻ നോക്കിയിട്ട് പിന്നെന്താ നടത്താതിരുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാനാണ് അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തത്. വിനുഗിരിയത്തിനറിയാം, ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, വിനുഗിരിയത്താണ് പ്രസ് ക്ലബ്ബിൽ വിളിച്ച് പറഞ്ഞതും കാര്യങ്ങളുമൊക്കെ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വിചാരിച്ചത്. ഇടയ്ക്ക് വന്നിട്ട് അത് സാന്ദ്ര തോമസിനെതിരെ ഉണ്ണികൃഷ്ണനെതിരെയുള്ള ഒരു ചർച്ചയല്ല, സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമുക്കൊന്ന് പ്രതികരിക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ ആ ചർച്ച തന്നെ വച്ചിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ സാന്ദ്ര ഇപ്പോൾ പറയുന്നത്, ഈ സാന്ദ്രയുടെ സിനിമയ്ക്ക് വേണ്ടി അവസാന നിമിഷവും തിയേറ്ററിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ സഹായിച്ച ഉണ്ണികൃഷ്ണൻ നിന്നെക്കൊണ്ട് സിനിമ ജയിക്കില്ല എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണനുമായിട്ട് സാന്ദ്ര ഒരു മീറ്റിംഗിൽ അങ്കിളെ, എനിക്കൊരു തിരുത്തുണ്ട് അതിനകത്ത്. പറഞ്ഞോളൂ. ഞാൻ ശരിയാണ് അങ്കിള് പറഞ്ഞത്. ഞാൻ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ഇടയ്ക്ക് അദ്ദേഹവുമായി സംസാരിക്കാറുണ്ട്. സംസാരിക്കുന്നതൊന്നും പെപ്ടോക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുന്ന എന്റെ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ആയ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാള് എന്ന നിലയിൽ അതിനകത്ത് ഇടപെടണം, അതിനകത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുള്ള ഞാനൊരു നിർമ്മാതാവാണ്. ഞാൻ കോടിക്കണക്കിന് പൈസ 7 കോടി രൂപ ചെലവാക്കി ഇറക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമ എല്ലാവരും കൂടെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ അദ്ദേഹവുമായിട്ട് ഡെയിലി വിളിച്ച് സംസാരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുമില്ല. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ എന്റെ സിനിമയുടെ പ്രിവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ശരിയാണ്, അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ അയാളോട് ഒരു വ്യക്തി വൈരാഗ്യം സൂക്ഷിക്കുന്ന ഒരാളല്ല. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഫിയോക്കുമായി സംസാരിച്ച് എനിക്ക് ഒരു ഷോ കൂട്ടി തന്നു എന്ന് പറയുന്നു. പക്ഷെ അത് തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറയുന്നത്. അവര് സംസാരിച്ചിട്ടാണ് ഫിയോക്ക്, അതായത് ലെനിൻ തിയേറ്ററിൽ രാത്രി 1 മണിക്ക് ഒരു ഷോ എനിക്ക് കൂട്ടിത്തന്നത്. അതാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയും എല്ലാരും കൂടെ ശ്രമിച്ചിട്ട് ഒരൊറ്റ ഷോയാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിൽ ലെനിൻ തിയേറ്ററിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരു തിയേറ്ററിൽ അതിന്റെ രാത്രി 1 മണിക്ക് ഒരു ഷോയാണ് എനിക്ക് തരാനായിട്ട് പറ്റിയത്. സാന്ദ്ര, അതൊക്കെ തന്നെയാണെങ്കിലും അത് സഹായിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ജോസ് തോമസ് ഇവിടെ പറയുകയുണ്ടായി, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനത്തിൽ എങ്ങനെയാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ ഇടപെടുന്നത്, അദ്ദേഹത്തിന്റെ തീരുമാനമായിട്ട് വന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇടപെട്ടത് കൊണ്ടാണ് താങ്കളെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കിയതെന്ന്. അതെ, അത് ഒരു സെക്കൻഡ് കേൾക്കാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഫെഫ്കയിലുള്ളവർ തന്നെ ഒരു എൻക്വയറി നടത്തേണ്ടതാണ്. ഞാനത് നേരത്തെയും പറയുന്നുണ്ടല്ലോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ കാര്യങ്ങളിലും ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പും ഈ അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് പലരും അസോസിയേഷനിലെ പലരും അത് എഗ്രി ചെയ്തിട്ടുമുണ്ട്. അത് ഇപ്പൊ ഞാൻ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ ചേംബറിന്റെ ജനറൽ സെക്രട്ടറി ആയ ശ്രീ സജി നന്ദിയായിട്ട് അത് സമ്മതിച്ചതാണല്ലോ. ശരിയാണ്, എനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് അദ്ദേഹവും സമ്മതിച്ചതാണല്ലോ. അത് ലാസ്റ്റ് നമുക്കൊരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ഈ ഷെയ്ൻ നിഗത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാൻ ചെയ്തൊരു വിഷയത്തിലേക്ക് എത്തുന്നത് എന്താണ്? ഇതിന്റെ തുടക്കം എന്താണ്? ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അതിന്റെ സെറ്റിൽ പോയതിൽ നിന്ന് അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഇഷ്യൂ ആണ്. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ കൊണ്ട് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയെ ബാൻ ചെയ്യിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിച്ചത്. സാന്ദ്ര പറയുന്ന കേട്ടാൽ സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ബി ഉണ്ണികൃഷ്ണൻ നിന്നാണ് എന്നാണ് പറയുന്നത്. അത് തികച്ചും തെറ്റല്ലേ? ആ മനുഷ്യൻ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ്.
അതല്ല സാന്ദ്രയുടെ സംസാരത്തിൽ നിന്ന് നേരത്തെ ചോദിച്ചു അദ്ദേഹത്തിന് രാജിവെച്ച് കൂടെ. അതാണ് ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രശ്നം. അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ആർക്കും സഹിക്കുന്നില്ല. ഞാൻ 9,000 തൊഴിലാളികൾ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ ഉള്ള ഒരു സംഘടനയാണ്, ട്രേഡ് യൂണിയനാണ് ഫെഫ്ക. അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിന്റെ കയ്യും കാലും പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു ട്രേഡ് യൂണിയൻ നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഞാൻ അതിൻ്റെ ഒരു ഭാരവാഹിയാണെങ്കിലും അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്തത്തിലേക്ക് വരാൻ ഭയമാണ്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരുപാട് ഇഷ്യൂസ്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങളുണ്ട് തൊഴിലാളികളുടെ. അതല്ലാതെ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഇടപെടലിൽ അല്ലെ പ്രൊഡ്യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിലോ തിയേറ്ററുകാരുടെ അസോസിയേഷനിലോ ഇടപെട്ട് അദ്ദേഹം ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനു മുൻപും അദ്ദേഹം ഇടപെട്ട കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സംവിധായകൻ വിനയന്റെ കാര്യത്തിൽ കഴിവില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരാൾക്ക് മാത്രമേ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതില്ല. AK സാജനെയൊക്കെ പോലെ ശക്തരായ എത്രയോ പേരുണ്ട് അവിടെ. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാവുന്ന ആളുകളൊക്കെ അവിടെ ഇല്ല എന്ന് പറഞ്ഞ് സംഘടനയെ തന്നെ താഴ്ത്തി പറയരുത്. സാന്ദ്ര, AK സാജൻ അതിന് തയ്യാറായി വരണ്ടേ? ഇതിന് അധികാരത്തിലേക്ക് വരാൻ ഒരാൾ തയ്യാറായി വരണ്ടേ? അതല്ലാതെ ഒരാളെ നിർബന്ധിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരികയല്ലോ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സമ്മർദ്ദം ചെലുത്തുകയാണ്. തീർച്ചയായിട്ടും 100% സത്യമായ കാര്യമാണ്. ഞാനൊരു പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയുകയാണ്. ഈ കഴിഞ്ഞ ജനറൽ കൗൺസിൽ മീറ്റിംഗിലും അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ഒഴിവായി മാറുകയാണ്, എനിക്ക് ഒരുപാട് മറ്റ് വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോഴും 21 ട്രേഡ് യൂണിയനിലെയും പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പറഞ്ഞത് നിങ്ങൾ പോയാൽ ഞങ്ങളിപ്പോൾ ഈ നിമിഷം രാജിവെക്കുന്നതിനാണ്. ഇത് കള്ളം പറയല്ല, ഒരു പരസ്യമായ. അതൊരു ഗ്രൂപ്പിന്റെ തീരുമാനമല്ലേ ശ്രീ ജോസ് തോമസ്? അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സംസാരിക്കുന്നു. അതെ, ജനറൽ ബോഡി ഗ്രൂപ്പ് അല്ലല്ലോ, എല്ലാവരും ഉണ്ട്. സിനിമയുമായി സംഘടനയിലുള്ള എല്ലാവരും ഉള്ള ജനറൽ ബോഡിയിൽ ഞങ്ങളൊക്കെ ഇതേ ആവശ്യം ഇപ്പൊ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം ഒരാളെ പറയണ്ടേ? ഇതൊരു ഉണ്ണികൃഷ്ണൻ ആസ്ഥാനത്ത് ഇരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമല്ല. പക്ഷേ ശ്രീമതി സാന്ദ്ര തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ അവർ ധൈര്യപൂർവ്വം ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തയാളാണ്. അക്കാര്യം പുറത്തു വന്നതോടുകൂടിയാണ് അവർക്കെതിരെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പകവീട്ടലുകൾ ഉണ്ടായത് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിന് ഉദാഹരണ സഹിതം അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ അവരെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അസോസിയേഷനെതിരെ ചില നീക്കങ്ങൾ അവർ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അത് അംഗീകരിച്ചുമില്ല. ശ്രീ ജോസ് തോമസ്, മഞ്ജുഷേ, അദ്ദേഹം സാന്ദ്രയെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കിയെങ്കിൽ അത് ആ സംഘടനയുമായിട്ടുള്ള പ്രശ്നമല്ലേ? അവിടെ എന്തിനാണ് ബി ഉണ്ണികൃഷ്ണൻ അതിലേക്ക് വലിച്ചഴിക്കുന്നത്? ഫെഫ്ക എന്തിനാണ് അതിലേക്ക് വലിച്ചഴിക്കുന്നത്? അതൊരു തെറ്റിദ്ധാരണയല്ലേ? കാരണം ഉണ്ണികൃഷ്ണൻ അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പലരും എന്നോട് പറയുന്നു. എന്ന് പറയുന്നത് ആരെങ്കിലും എവിടെ എന്തെങ്കിലും ഒളിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ പരസ്യമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് പറയാൻ പാടില്ല. തെറ്റിദ്ധാരണയാണെന്ന് അങ്കിളിന് എങ്ങനെ പറയാൻ പറ്റും? അങ്കിളിന് ഇപ്പം എന്നെയോ ബി ഉണ്ണികൃഷ്ണനെയോ പേഴ്സണൽ ആയിട്ട് ഞങ്ങളുടെ ഒരു കാര്യങ്ങളും അറിയില്ല. പിന്നെ എങ്ങനെയാണ് അങ്കിളിന് ഇത്ര കൃത്യമായിട്ട് അത് തെറ്റിദ്ധാരണയാണെന്ന് പറയാൻ പറ്റും? എന്നെ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ അറിയുന്നുണ്ട്, ഞാൻ ആരൊക്കെ ആയിട്ട് ഇടപഴകുന്നുണ്ടെന്നൊന്നും അങ്കിൾ സാന്ദ്രയ്ക്ക് രേഖാമൂലം അതിനൊരു തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഹേമ കമ്മിറ്റി അതായത് ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്ത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ആദ്യമായി വീഡിയോ ഇട്ട ആള് അങ്കിളാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വരുന്നത് മുഴുവൻ ഫേക്ക് കംപ്ലൈന്റുകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. ഇപ്പൊ എന്നെ കൊച്ചിലെ മുതലേ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നു, എന്റെ പപ്പയും മമ്മിയും അതിനേക്കാൾ മുമ്പേ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നു. ഇങ്ങനെ ഒരാള് ഞാനൊരു ഫേക്ക് കംപ്ലൈന്റ് ആണ് കൊടുത്തതെന്ന് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സാന്ദ്ര തോമസിന്റെ പേര് അതിൽ പരാമർശിച്ചിരുന്നില്ല, ശരിയല്ലേ? എന്ന് വെച്ച് അതിനുശേഷം സാന്ദ്ര എനിക്ക് മെസ്സേജ് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് റിമൂവ് ചെയ്യുകയും ചെയ്തു. ശരിയാണോ? പക്ഷെ അതിൽ ആ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തവരെ എല്ലാം ഞാൻ ചോദിക്കട്ടെ, കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തതിന്റെ ഞാൻ ചോദിക്കുന്നത്, കാര്യം നിങ്ങളുടെ ഫെഫ്കയിലെ തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കംപ്ലൈന്റ് ചെയ്തവരെ പുറത്താക്കുകയും വേട്ടക്കാരായ വ്യക്തികൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുകയും ചെയ്യാണ്. കംപ്ലൈന്റ് കൊടുത്ത ആരെയാണ് ഫെഫ്കയിൽ നിന്ന് പുറത്താക്കിയത്? ഒരാളുടെ പേര് പറയാമോ? കംപ്ലൈന്റ് കൊടുത്ത ആരെയാണ് പുറത്താക്കിയത്? എനിക്ക് നിങ്ങളുടെ ഫെഫ്കയിലെ കാര്യങ്ങൾ ഇതിനകത്ത് പറയേണ്ട. ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ല, പിന്നെ എന്തിനാണ് ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യം എന്താണ്? മീഡിയയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് അവരുടെ പേര് പുറത്ത് പറയേണ്ട. സാന്ദ്ര എല്ലാ ചാനലിലും വന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ. സാന്ദ്രയെ പുറത്താക്കിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. അതിന്റെ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അതിന്റെ ഭാരവാഹികളെ കുറിച്ച് പറയാതെ ബി ഉണ്ണികൃഷ്ണൻ അതിൽ ഇടപെട്ടു എന്ന് പറയുമ്പോൾ ഫെഫ്കയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കതിന് മറുപടി പറയേണ്ടി വരും. സാന്ദ്ര, ഇതിനകത്തൊരു ഒരു വൈരാഗ്യത്തിന്റെ പ്രശ്നമില്ല, വ്യക്തി വൈരാഗ്യമില്ല എന്ന് സാന്ദ്ര പറയുന്നു. അപ്പോൾ സാന്ദ്രയ്ക്ക് ഫെഫ്കയോടാണോ വൈരാഗ്യം?
അതോ ബി ഉണ്ണികൃഷ്ണനോടാണോ? എനിക്ക് എന്തിനു വൈരാഗ്യം തോന്നണം? കാരണം എന്റെ എല്ലാ പടത്തിലും ഞാൻ ഫെഫ്കയുമായി, എന്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ഫെഫ്കയുമായി സഹകരിച്ച് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അല്ല, പിന്നെ എന്താണ് ബി ഉണ്ണികൃഷ്ണൻ സാന്ദ്രയോട് എന്ന് പറയുന്ന വ്യക്തിയോടും എനിക്കൊരു ദേഷ്യവും ഇല്ല. അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനം, അദ്ദേഹത്തിന്റെ രീതികളോടാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക, സാന്ദ്ര ബി ഭീഷണിപ്പെടുത്തുക, ഉണ്ണികൃഷ്ണനുമായി മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ സിനിമയുടെ കാര്യവും സംസാരിക്കുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിൽ, സാന്ദ്രയെ പുറത്താക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ പ്രഷർ ചെലുത്തിയെങ്കിൽ, എന്തുകൊണ്ട് സാന്ദ്ര ബി ഉണ്ണികൃഷ്ണൻ ഒരു മെസ്സേജ് അയച്ചില്ല? അല്ലെ ഉണ്ണികൃഷ്ണനെ വിളിച്ചു ചോദിച്ചില്ല, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് ചോദിച്ചില്ല? സാന്ദ്ര വന്ന് ഒരു മീഡിയയിലാണ് പറയുന്നത്. ആ മീഡിയയിൽ പറയുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. ഈ സത്യം അദ്ദേഹം ഇടപെട്ടിട്ടില്ല എന്ന് 100% ഉറപ്പോടെ അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹം ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് പറയുകയാണ്, സാന്ദ്രയുമായിട്ട് ഞാൻ ഒരു മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല, ഞാൻ ചേംബറിന്റെ മിനിറ്റ്സ് കണ്ടതാണ്, സാന്ദ്രയുടെ ഫാദറാണ് ആ മീറ്റിംഗ് പങ്കെടുത്തത്, ഭദ്രൻ സാറുമായിട്ടുള്ള സിനിമയുടെ കാര്യത്തിൽ പങ്കെടുത്തത് സാന്ദ്രയുടെ ഫാദറാണ്. സാന്ദ്ര അവസാന നിമിഷം എപ്പോഴോ വന്നു എന്ന് പറയുന്നു, അപ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ എപ്പോൾ പറഞ്ഞു? അതിനെന്തെങ്കിലും ക്ലാരിറ്റി വേണം. ശ്രീമതി സാന്ദ്ര തോമസ് നേരത്തെ പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണൻ താങ്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നല്ലേ, താങ്കളെ ഇനി മലയാള സിനിമയിൽ സഹകരിപ്പിക്കില്ല, ഒരു സിനിമ പോലും നിർമ്മിക്കാൻ സമ്മതിക്കില്ല എന്ന്. അത് ഈ ചേംബറിലെ ആ മീറ്റിംഗിൽ വെച്ചായിരുന്നുവോ? അതെ അതെ. പക്ഷേ ഒരു സാക്ഷിയെങ്കിലും കൊണ്ടുവരണ്ടേ? ഒരു സാക്ഷിയെങ്കിലും ഒന്ന് പറയണ്ടേ? ഇദ്ദേഹം ഇപ്പൊ പറയുന്നത് സജി നന്ദിയായിട്ട് പറഞ്ഞു. സജി നന്ദിയായിട്ട് അന്ന് ചേംബറിന്റെ ഒരു ഭാരവാഹിയല്ല, അന്ന് സാഗ അപ്പച്ചനാണ്. സാന്ദ്ര പറയട്ടെ. സാന്ദ്ര, അതായത് പ്രൊഡ്യൂസേഴ്സ് ചേംബറിലുള്ള, ശരിയാണ്, സാഗ അപ്പച്ചനാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അത് കൂടാതെ വേറെ എനിക്ക് പേരുകൾ അറിയില്ല, 3-4-5 പേര് അവിടെ ഉണ്ടായിരുന്നു, 5 പേര് കൂടുതലുണ്ടായിരുന്നു. കൂടാതെ എന്റെ ഫാദർ ഉണ്ടായിരുന്നു, അന്നത്തെ നമ്മുടെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, കൂടാതെ ഭദ്രൻ സാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വെല്ലുവിളിച്ചു പോകുന്നതും അതിനുശേഷം അദ്ദേഹം ഇത് നിർത്തിച്ചു വെക്കുന്നതും. പിന്നീട് ഞാൻ ഈ വോയിസ് മെസ്സേജ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയച്ചു കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ചൊരു ഫംഗ്ഷനിൽ ഇരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവർ ശ്രീ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് സംസാരിക്കുകയും അതിന്റെ വർക്ക് പുനരാരംഭിക്കുകയും ചെയ്തതാണ്. ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്. ഇത് അങ്ങനെ ഒരു കാര്യമേ മിനിറ്റ്സിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എന്റെ പേര് അതിനകത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമേ ഒപ്പിട്ടിട്ടുണ്ടോ? ആൾ അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ? അതാണ് മിനിസ്റ്ററുണ്ടാവുക, ചീത്ത വിളിച്ചതല്ല. അല്ല, ഇപ്പോഴും അതിനകത്ത് സാന്ദ്ര തോമസ് വാദം എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ ഉള്ള സമയത്ത് സാന്ദ്ര ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ എങ്ങനെ നേർക്ക് നേർ ഉണ്ണികൃഷ്ണൻ താങ്കളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുമെന്നാണ്? അവിടെ ഇപ്പൊ ശ്രീ ജോസ് തോമസും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, അപ്പൊ പുള്ളിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. സാന്ദ്ര, ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ മീറ്റിംഗിനുണ്ടായിരുന്ന ഭദ്രേട്ടനുമായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചതാണ്. ഭദ്രേട്ടൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോയി എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് സാന്ദ്ര വരുന്നത്. ആ മീറ്റിംഗിനുണ്ടായിരുന്ന സാഗ അപ്പച്ചുമായി സംസാരിച്ചിരുന്നു സാന്ദ്ര. ഞാൻ നേരിട്ടുണ്ടാവണമെന്നില്ല. ഭദ്രൻ സാറും അതിന്റെ സ്റ്റേഴ്സിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി, ഞാൻ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അകത്തേക്ക് വരികയും അവിടെ നിന്ന് അതേ ഇരുന്നിട്ടില്ല, അതല്ല ഞാൻ പറഞ്ഞു, അദ്ദേഹം നിൽക്കുകയും ഞാൻ ഇരിക്കുകയുമായിരുന്നു. അദ്ദേഹം നിന്നുകൊണ്ടാണ് എന്നെ വെല്ലുവിളിച്ച്, നിന്നെ ഞാൻ ഇനി സിനിമ ചെയ്യിപ്പിക്കില്ല, മലയാള സിനിമ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ബഹളം വെച്ച് അങ്ങനെ അത്രയും ആക്രോശിക്കുന്ന ഒരാളെ ഞാനും കണ്ടിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ അത്രയും വയലന്റ് ആയിട്ട് കാണുന്നത്. അന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. 2018 സംഭവമല്ലേ ശ്രീമതി സാന്ദ്ര തോമസ്? അതായത് കമ്മിറ്റിക്ക് മൊഴി കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഈ കാര്യങ്ങൾ കമ്മിറ്റി മുൻപാകെ പറഞ്ഞിട്ടുമുണ്ട് അല്ലേ? അതെ, പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കാര്യങ്ങളൊക്കെ താങ്കൾ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ടാകാമെന്ന് ബി ഉണ്ണികൃഷ്ണൻ കരുതിയിരുന്നു, അതുകൊണ്ട് അതിനുശേഷം കൂടുതൽ ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞത് എനിക്ക് അതിനു മുമ്പുണ്ടായേക്കുന്ന ഇഷ്യൂസ് ആണ്. അതായത് ഇതിനുശേഷം എനിക്കിത് ആരോടാണ് പറയേണ്ടത്? എന്താ, എനിക്ക് എന്റെ സിനിമ നിർത്തിച്ച്, എന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പടം നിർത്തിച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് എന്ത് ആക്ഷൻ, എനിക്ക് എങ്ങനെ ആരോട് എന്ത് പറയണം, എങ്ങനെ ഇതിന് ആക്ഷൻ എടുക്കണം എന്നുള്ളത് അറിയില്ല. അപ്പൊ ഞാൻ അന്ന് ശ്രീ സജി നന്ദിയായിട്ടൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അദ്ദേഹമൊക്കെ അതിന് സാക്ഷിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് അദ്ദേഹം ആ മറ്റു ചാനലിലിരുന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അന്ന് അങ്ങനെയാണ് ഞാൻ ഹേമ മാമിനെ വീണ്ടും വിളിച്ചിട്ട്, മാം എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഹേമ മാമിനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യം. എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്റെ സിനിമ. അതായത് മൊഴി കൊടുത്തതിന് ശേഷവും ആദ്യം മൊഴി കൊടുത്തതിന് ശേഷവും ജസ്റ്റിസ് ഹേമയെ താങ്കൾ വിളിച്ച് ഇക്കാര്യങ്ങൾ പറയുകയുണ്ടായി അല്ലേ?
ഉണ്ടായി. കാര്യം എനിക്ക് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ എനിക്ക് ഞാനൊരു എംപ്ലോയർ ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ എവിടെ അവർക്ക് പോയി പറയാൻ സ്ഥലങ്ങളുണ്ട്, എനിക്ക് പോയി പറയാൻ ഒരു ഇടമില്ല. എനിക്ക് ആരോടാണ് എനിക്കിത് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് സിനിമ ചെയ്യുന്ന ഒരാളാണ്. അത് താങ്കളുടെ അസോസിയേഷനെ താങ്കൾക്ക് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ അല്ലേ? അല്ല, ഞാൻ അവരോടും പറഞ്ഞിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അസോസിയേഷനും ശ്രീ ബി ഉണ്ണികൃഷ്ണനും വളരെ അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം അവിടെ നടക്കുന്ന പല തീരുമാനങ്ങളിലും അദ്ദേഹം കൈകടത്താറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ ഒരു പാർട്ടാണ്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഞാൻ ആരോടാ കംപ്ലൈന്റ് പറയുക? ശരിയാണ്, ന്യായമായ കാര്യമല്ലേ ശ്രീ ബിനു കിരിയത്ത്? കാരണം അവർ അത് കഴിഞ്ഞ് ജസ്റ്റിസ് ഹേമയെ വീണ്ടും വിളിക്കേണ്ടി വന്നു അവർക്ക്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി കൊടുത്തതിന് ശേഷമുള്ള കാര്യമാണ് അവർ പറയുന്നത്. കാരണം അവരുടെ സ്വന്തം സംഘടനയോട് പറഞ്ഞിട്ട് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. നോക്കൂ, സ്വന്തം സംഘടനയിൽ പറഞ്ഞ് നടക്കാത്തതുകൊണ്ട് മറ്റൊരു സംഘടനയുടെ തലയിൽ കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഭയങ്കര ദുഃഖകരമായൊരു സംഭവം, നമ്മളുടെ ഒരു സഹപ്രവർത്തകൻ വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ രാവിലെ തൊട്ട് ബി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി ആശുപത്രിയിൽ അവിടെ തന്നെ കാവൽ നിൽക്കുകയാണ്. അയാൾക്ക് ഞങ്ങൾ അതാണ് നോക്കുന്നത്. ഒരു സംഘടനയുടെ തലപ്പത്ത് 1-2 പേർക്ക് വേണ്ടിയിട്ടല്ല ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ റൈറ്റേഴ്സ് യൂണിയന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്നതാണ് റോയൽറ്റി. ഇവിടെ ഗാനരചയിതാക്കൾക്കും സംഗീത സംവിധായകർക്കും മാത്രമുള്ള റോയൽറ്റി തിരക്കഥാകൃത്തുക്കൾക്ക്, നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ എന്ത് പറഞ്ഞാലും അതിൻ്റെ സെക്കൻഡിനകത്ത് സിനിമയുടെ ക്ലിപ്പിംഗ്സ് കാണിക്കണമെങ്കിൽ തിരക്കഥാകൃത്തുക്കൾ റോയൽറ്റി കൊടുക്കണമെന്നൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ആ മനുഷ്യൻ മെനക്കെടുന്നത് പുള്ളിക്ക് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജീവിച്ചിരിക്കുന്ന അല്ലാത്തമായ ആയിരക്കണക്കിന് തിരക്കഥാകൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം 16-17 വർഷമായിട്ട് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ പറയും അദ്ദേഹം 20 കൊല്ലം നിൽക്കാൻ പറയും. കാരണം അതൊരു കാലിബർ ഉള്ള ഒരാൾക്ക് ഈ തലപ്പത്ത് നിൽക്കാൻ പറ്റുള്ളൂ. സാന്ദ്ര തോമസിനെ പോലെയുള്ള കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലല്ല, സാന്ദ്ര തോമസിന്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ അവർക്ക് ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. അവരൊരു പ്രൊഡ്യൂസർ അസോസിയേഷന് പറയട്ടെ, പുറത്താക്കിയത് അവിടുന്ന് പുറത്താക്കിന്റെ റീസൺ എന്താണ് ഞങ്ങൾക്കറിയില്ല. അതാണ് അവർ ഉണ്ണികൃഷ്ണനാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുകയാണ്. അവർ വിശ്വസിക്കുന്ന കാര്യമുണ്ടോ? ഇവിടെ സുരേഷ് കുമാറിനെ പോലെ ഉള്ളവർക്ക് കള്ളമാണ് പറയുന്നത്, എനിക്ക് വിശ്വസിച്ചൂടെ? നോക്കൂ, സുരേഷ് കുമാർ ഒന്നും മോശക്കാരൊന്നും അല്ല. ഉണ്ണികൃഷ്ണൻ പറഞ്ഞാൽ ഉടനെ അതുപോലെ മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്നത് ഇവിടെ നടക്കുകയുള്ളൂ എന്ന് അത് സാന്ദ്ര പറയുകയാണ്. ആ പവർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അല്ലല്ല, ഇപ്പോഴെല്ലാം നിശബ്ദമായി തുടങ്ങിയല്ലോ. ആ സമയത്ത് പവർ ഗ്രൂപ്പ് ഉണർന്നു തുടങ്ങി വീണ്ടും. മഞ്ജുഷ്, ഒരു അല്പ ഇമോഷണലായി ഒരു കാര്യം പറഞ്ഞാൽ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ഒരാളെ മറ്റ് സംഘടനകളിലേക്ക് കൂട്ടിക്കെട്ടുന്ന ഈ ഒരു നയമുണ്ടല്ലോ, അത് ശരിയല്ല. അത് പരസ്യമായി അദ്ദേഹം അവിടെ രഹസ്യമായി ഇടപെടുന്നു. അതെന്താണ്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇരിക്കുന്നവർക്ക് യാതൊരു ഒരു വിലയുമില്ലേ? അതിന്റെ ഭാരവാഹികൾ എന്ന് പറയുന്നവരെന്താണ്? നട്ടലില്ലാത്തവരാണോ? മറ്റൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറയുന്നത്. മുൻപ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി വന്നത് ഏത്? ഇതേ ഉണ്ണികൃഷ്ണനെതിരെയല്ലേ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധി? ഉണ്ണികൃഷ്ണൻ മാത്രമല്ലല്ലോ, ഉണ്ടല്ലോ. ഉണ്ണികൃഷ്ണനുണ്ട്, സിബിമലയിലുണ്ട്, ഇന്നസെന്റ് ഉണ്ട്, അങ്ങനെ എത്ര പേരുണ്ട്? ശരിയാണ്. അതും സമാനമായ കാര്യത്തിനായിരുന്നു, ഏതാണ്ട് സമാനമായ കാര്യത്തിനായിരുന്നു. ഏതാണ്ട് സമാനമായെന്നല്ല, അതൊരു കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. അല്ല, അന്നത്തെ വിനയൻ ആണ് ഇപ്പോഴത്തെ സാന്ദ്ര തോമസ് എന്ന് പറയേണ്ടി വരും. അല്ല, അതൊക്കെ അങ്ങനെ നമുക്ക് കൂട്ടിക്കെട്ടാം, എന്ത് വേണമെങ്കിലും ആർക്കും വ്യാഖ്യാനിക്കാം. അതല്ല അതിന്റെ ശരി. ഈ പറയുന്നതിൽ അത് മറ്റൊരു സംവിധായകനായ ഒരു ടെക്നീഷ്യനായ ഒരു മനുഷ്യനായിരുന്നു വിനയൻ. ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു അംഗമായ സാന്ദ്ര തോമസിനെ ഒരു ജനറൽ സെക്രട്ടറി, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി മറ്റൊരു സംഘടനയിൽ ഇടപെട്ട് പുറത്താക്കി എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്, ന്യായവിരുദ്ധമായ കാര്യം. ചോദിക്കട്ടെ, ഇതിനകത്ത് വിനയൻ അങ്കിളുടെ ഭാഗത്താണോ ശരി, അതോ വി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്താണോ ശരി? ഈ ആ ഒരു കേസിൽ അങ്കിൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അല്ല, വിനയൻ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെയല്ല, രണ്ട് സംഘടനകളെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്. ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫെഫ്കെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുകയാണല്ലോ, അപ്പൊ ഫെഫ്കയില് തന്നെ അതായത് തൊഴിലാളി യൂണിയനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ശ്രീ വിനയൻ സാറും ശ്രീ ബി ഉണ്ണികൃഷ്ണനും. അപ്പൊ ആ ഒരു വിഷയത്തിൽ അങ്കിളുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നസെന്റ് തെറ്റുകാരനാണോ?
അതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങളുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് വ്യക്തി അവരെ ഈ വിനയനങ്ങൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അഗെയിൻസ്റ്റ് ആണ്. അപ്പം ഈ ആ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്തായിരുന്നു ന്യായം? ആരുടെ ഭാഗത്ത് ന്യായം വിധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അത് കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പറഞ്ഞു, അതിന് ന്യായം വിധിക്കാൻ ഞാനാണല്ലോ. കോമ്പറ്റീഷൻ കമ്മീഷൻ അതിന്റെ വിധി പറഞ്ഞു. കൂടാതെ അതിനു മുമ്പ് ശ്രീ കലാഭവൻ മണിയുടെ ഒരു അനുസ്മരണ ചടങ്ങില് അങ്കിള് തന്നെ ശ്രീ വിനയനെ സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എഗെയിൻസ്റ്റ് ആണ് അന്ന് അങ്കിള് സംസാരിച്ചത്. തന്നെയാണോ ഇന്നും എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ബി ഉണ്ണികൃഷ്ണൻ എന്നല്ല, ഞാൻ ഒരാളെയും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. വിനയനുമായി അന്ന് സംഘടനാപരമായി അന്ന് ശ്രീ കലാഭവൻ മണിയുടെ അനുസ്മരണ ചടങ്ങിൽ അങ്ങളെടുത്ത അതേ സ്റ്റാൻഡിൽ തന്നെയാണോ ഇന്നും നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് മാത്രം സാന്ദ്രയുടെ പ്രശ്നം അതാണ്. സാന്ദ്രയുടെ പ്രശ്നം അത് തന്നെയാണ്. ഞാൻ ഉണ്ണികൃഷ്ണനെതിരായിട്ട് സംസാരിക്കണം, അല്ലെ വിനയനെ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ എനിക്ക് വിനയൻ എന്ന് പറയുന്ന സംഘടനാപരമായി അന്ന് ചില ആദ്യകാലത്ത് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആത്യന്തികമായി ജീവിതത്തിൽ ഒരാളോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായി തന്നെ അത് തീർക്കണമെന്ന് വിചാരിക്കുന്ന ആളാണ്. വ്യക്തിപരമായി ഞാനത് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വിനയന്റെ ഒരു സിനിമയുടെ പൂജയ്ക്കാണ് പോയത്. അവിടെ ഞാൻ സംസാരിച്ചു. വിനയൻ എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അത് ശരിയാണ്. അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണനെ അവിടെ തള്ളി പറഞ്ഞിട്ടില്ല, ഉണ്ണികൃഷ്ണനെ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം. ഞാൻ ഈ അടുത്ത സമയത്തും ഒരു മാസത്തിന് മുമ്പ് വിനയനുമായിട്ട് ഒന്നിച്ചൊരു മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. അന്നും ഞാൻ വിനയനോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് വെറുതെ ഇങ്ങനെ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്ര കാലം ജീവിക്കും എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഒരു മനുഷ്യർക്ക് മുഴുവൻ കുഴപ്പം ചെയ്യാൻ നടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ആ പ്രവണത ശരിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ തീർക്കാം. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർക്കേണ്ടതല്ലേ സാന്ദ്ര? എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവും ഇല്ല. എനിക്ക് ആസ് എ പേഴ്സൺ ഇന്ന് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ചാനലിൽ സംസാരിക്കുന്ന കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. എനിക്ക് അദ്ദേഹത്തിനോട് വളരെയധികം റെസ്പെക്ട് ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ രീതിയോടാണ് എനിക്ക് എതിരഭിപ്രായം ഉള്ളത്. ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ പറയുന്നതിനോട്. അത് ചിലപ്പം അദ്ദേഹം ഈ പല രാഷ്ട്രീയ സംഘടനകളിലും ഒക്കെ വളർന്നു വന്നതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ ഭീഷണിയുടെ സ്വരം വരുന്നത്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടായിരുന്നു. അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഈ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന സാന്ദ്ര പറയുന്നല്ലോ, 2018 ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് സിനിമ ജയിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷവും സാന്ദ്ര അയാൾക്ക് മെസ്സേജ് അയച്ച് ഈ സഹായങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തില്ലേ? അപ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ എന്താണ് സാന്ദ്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നമുക്ക് വിളിക്കേണ്ടതായി വരുമല്ലോ. ഞാൻ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഫെഫ്കെ എന്ന് പറയുന്ന സംഘടനയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എന്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെല്ലാം ഫെഫ്കയുടെ മെമ്പേഴ്സ് ആണ്. അതെ. അപ്പം പിന്നെ ഒരു അത്രയും വലിയൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു ഭയങ്കരമായ സൗഹൃദമോ അങ്ങനെയൊന്നും ഇല്ല. ഭീഷണിപ്പെടുത്തിയത് ഭീഷണി അല്ലാതായി മാറുന്നില്ല. അത് മാത്രമല്ല, സാന്ദ്ര ഇപ്പോൾ ഭയപ്പെടുന്നുണ്ടോ ഇനി അങ്ങോട്ട് സിനിമ ജയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇവ പ്രവർത്തിക്കുമെന്ന്? അതുകൊണ്ടാണോ ഈ കേസ് കൊടുക്കേണ്ടി വന്നത്? താങ്കൾ പറഞ്ഞുവല്ലോ ഗതി കെട്ടിട്ടാണ് പോലീസിനെ സമീപിക്കേണ്ടി വന്നതെന്ന്. തീർച്ചയായിട്ടും അതെ. കാര്യം ഇപ്പം എനിക്ക് ഇപ്പോഴാണ് ഭയം കൂടിയത്. കാര്യം ഞങ്ങളുടെ എല്ലാ സഹകരണവും, ഇനി സാൻഡ്രു ഒരു സിനിമ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവും എന്ന് ഇവർ പറയുന്നിടത്താണ് എന്റെ ഭയം കൂടിയത്. കാര്യം ഇനിയാണ് ഞാൻ ഭയക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധിയുണ്ട്. കാര്യം അത് പലർക്കും ഇതിനു മുമ്പ് പലരോടും ചെയ്ത രീതികള് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഞാൻ ഇനി ചെയ്യാനിരിക്കുന്നത് വലിയ സിനിമയാണ്. അപ്പം അത് നടക്കണ്ടേ, അത് ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് പലരും എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെയാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വളരെ സജീവമായി നിന്നിരുന്ന, ഇവരോടെല്ലാവരോടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്, അതിപ്പോഴും അറിയാറുണ്ട്. അപ്പം അവിടെ ആരൊക്കെ ആരോടൊക്കെ എന്തെല്ലാം സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്. ഞാൻ അവരുടെ സുഹൃത്തുക്കളിൽ ഒരാളും കൂടെയാണ്.
എനിക്ക് അവരോടൊന്നും വ്യക്തിവൈരാഗ്യങ്ങളില്ല. ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അവർക്ക് എന്നോടുമില്ല. അത് ഈ പറയുന്ന ശ്രീ ബി ഉണ്ണികൃഷ്ണനും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം രാഹുൽ ഈശ്വർ കൂടിയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഹേമ കമ്മിറ്റിയിൽ പരാതി കൊടുത്ത അല്ലെങ്കിൽ മൊഴി കൊടുത്തതിന്റെ ഒരു ഇരയായി മാറുകയാണ് സാന്ദ്ര തോമസ് മലയാള സിനിമയിൽ. അല്ല, രണ്ട് കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കട്ടെ. മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലപാടെടുത്ത ശ്രീ ജഗദീഷ് സാറ് പോലും പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പ് ഒന്നുമല്ല, കുറച്ച് ആൾക്കാർ എല്ലാ വിഭാഗത്തിലും എല്ലാ കാലത്തിലും കാര്യങ്ങളും ഉണ്ടാകും. പ്രത്യേകിച്ച് പവർ ഗ്രൂപ്പിന്റെ കാര്യം അങ്ങനെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് മാധ്യമങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിലപാടെടുത്ത ശ്രീ ജഗദീഷ് പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വളരെ വളരെ ശ്രദ്ധയോടെ ഞാൻ ഈ ചർച്ച കേൾക്കുകയായിരുന്നു. ശ്രീമതി സാന്ദ്ര തോമസ് അടക്കം ശ്രീ ജോസ് തോമസിനെ അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരസ്പരം അഡ്രസ് ചെയ്യുകയാണ്. ഞാനൊരു സാധാരണക്കാരൻ നിലയിൽ, സിനിമയെ ആരാധനയോടെ നോക്കി കാണുന്ന നിങ്ങളെയെല്ലാം ആദരവോടെ നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞു തീർത്തൂടെ? പോലീസ് കേസ് പോലുള്ള കാര്യങ്ങൾ പോയാൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയാത്ത അകലത്തിലേക്കും പരസ്പര സ്പർദ്ധയിലേക്കും പോവില്ലേ? ഇവിടെ ഇൻഡസ്ട്രിയിലെ മുതിർന്നവരോ ശ്രീ വിനു കിരിയത്തോ ശ്രീ ജോസ് തോമസോ അങ്ങനെ ഒരുപാട് പേരുള്ളപ്പോ സംസാരിച്ചു തീർത്തൂടെ? ഇപ്പൊ വിനയൻ സാറിനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. ആർക്കാണ് വിനയൻ സാറിനെ ഇഷ്ടമല്ല? ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ കഴിവ് ആരാണ് അംഗീകരിക്കാത്തത്? അല്ലെങ്കിൽ ശ്രീ ആൻഡോ ജോസഫിനെ പോലെ വ്യക്തിപരമായി എനിക്കറിയാം ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരില്ലേ. നിങ്ങളൊരു കുടുംബം, ഞങ്ങൾ കാണുന്നത് നിങ്ങളൊരു സിനിമാ കുടുംബം എന്നാണ് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരുപാട് വേർതിരിവുകൾ കാണാം. പക്ഷെ ഞങ്ങൾ സാധാരണക്കാർ കാണുന്നത് ഒരു വലിയ സിനിമാ കുടുംബത്തിന്റെ ഭാഗങ്ങളാണ്. നിങ്ങൾ മലയാള സിനിമയെ താങ്ങി നിർത്തുന്നവരാണ്. ഈ കേസിന് പോലീസ്, കോടതി, വഴക്ക് തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം മുതിർന്ന ആരെങ്കിലും വിളിച്ച് പരസ്പരം സംസാരിച്ച് ഈ വിഷയങ്ങൾ തീർക്കുകയല്ലേ നല്ലത്? ഇല്ലെങ്കിൽ കൂടുതൽ കോടതി കേസ് വഴക്കതൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്കല്ലേ പോകുള്ളൂ. അതുകൊണ്ട് ശ്രീമതി സാന്ദ്ര തോമസ് അടക്കമുള്ളവർ, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ വലിയൊരു കലാകാരനാണ്, നമുക്കെല്ലാം അറിയാം. അപ്പൊ അദ്ദേഹത്തോടക്കം ഒരു സമവായത്തിന്റെ പാതയിൽ സംസാരിച്ചു പോകുന്നതല്ലേ കുറെ കൂടെ മെച്ചപ്പെട്ട ഒരു രീതി. പോലീസ് കംപ്ലൈന്റ് എന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കെതിരെ നമുക്ക് തർക്കം ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ ഒരു സഹോദരനോ ജ്യേഷ്ഠ സഹോദരനെ തർക്കം ഉണ്ടായിരിക്കട്ടെ, അത് പോലീസ് കേസ് കൊടുത്താൽ പിന്നെ ഒരിക്കലും സോൾവ് ആവാത്തൊരവസ്ഥയിലേക്കാണ് പലപ്പോഴും എത്തുക. പിന്നെ നമ്മൾ നമ്മുടെ ന്യായം പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കും, നമ്മളാണ് കൂടുതൽ ശരിയെന്ന് പറയാൻ നോക്കും. എല്ലാവരുടെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളോ അല്ലെങ്കിൽ ചില തെറ്റുകളോ ഒക്കെ ഉണ്ടായി കാണാം. പരസ്പരം പറഞ്ഞ് സമാധാനത്തിൽ സ്നേഹത്തോടെ തീർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു മാതൃകയല്ലേ. അങ്ങനെ ഒരു സമവായത്തിനുള്ള സാധ്യതയുണ്ടോ? അതിന് താങ്കൾ ശ്രമിച്ചിരുന്നു? ആരുമായിട്ടെങ്കിലും അങ്ങനെ ഒരു മധ്യസ്ഥനായിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ശ്രീ രാഹുൽ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരാളും കൂടെ എന്നുള്ള രീതിയിൽ എനിക്കിപ്പം പറയുന്നത് കൃത്യമാണ്. കാര്യം അതായിരുന്നു അവിടെ നടക്കേണ്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ ആവുന്ന ശ്രമിച്ചതുമാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ചെയ്തത് മോശമായി പോയി, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, എന്നോട് ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് ഒരു മാപ്പ് പറഞ്ഞാൽ അത് തീർന്നേനെ. അതിന് പകരം അവരെന്നോട് പറഞ്ഞത്, സാൻഡ്രോട് ആരാണ് ഇത് പറഞ്ഞത്? സാൻഡ്രോട് അത് മാത്രമായിരുന്നു അവരുടെ വിഷയം. ഓക്കെ, ഞാൻ അത് വിട്ടു. എന്നിട്ട് പോലും ഞാൻ ഹേമ കമ്മിറ്റി വിഷയം വന്നതിന് ശേഷം, ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മോശം കാര്യങ്ങൾ നടക്കുന്നു എന്ന് വ്യക്തമായതിനു ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തന്നെയുള്ളവരും അല്ലാത്തവരും ചേംബറിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഈ ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്തവരെ എല്ലാം മോശക്കാരായി കാണുകയും ഒരു പണിയില്ലാത്ത കുറച്ചു പേര് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള കുറച്ചു പേരൊക്കെയാണ് പോയി മൊഴി കൊടുത്തേക്കുന്നത്, മുഴുവൻ കള്ളമൊഴിയാണ്, ഇതിലൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കലും ഇതുമെല്ലാം. ഞാനും ഒരു വിക്ടിമാണ് ഇതിനകത്ത്. അപ്പൊ ഇത് എത്രയാണ് കേട്ടോണ്ടിരിക്കുക? അപ്പോഴാണ് ഞാൻ ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എംപ്ലോയേഴ്സ് ആണ്, പ്രൊഡ്യൂസേഴ്സിന് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അതിനാരും തയ്യാറായില്ല. അത് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നിന്നു എന്ന് മാത്രമല്ല, ഞാൻ അത് ചോദ്യം ചെയ്തതിനെ അവർക്ക് പെട്ടതുമില്ല. എന്നെ പുറത്താക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. എന്നെ പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അതുവരേക്കും ഞാൻ ഒരിക്കലും ഒരു കേസുമായിട്ട് വരണമെന്നോ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം ഒരിക്കലും പുറത്തേക്ക് വന്ന് ഒരു ബഹളം ഉണ്ടാക്കണമെന്നോ ചിന്തിച്ച ഒരാളല്ല ഞാൻ. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരിക്കൽ പോലും ഇവരാരും ഇത്രയും പ്രശ്നങ്ങൾ പല കാര്യങ്ങളും നമ്മൾ പറയുക ഇതെല്ലാം ചെയ്തിട്ടും ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടി ഒരാള് പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജോസ് തോമസ് അങ്കിളിനെ ഇവരൊക്കെ എല്ലാരെയും എനിക്കറിയാവുന്നതല്ലേ, എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയാവുന്നവരാണ്. ഒരിക്കൽ പോലും നമുക്കിതൊന്ന് സംസാരിച്ചൂടെ, ഒന്ന് ഇരുന്നൂടെ, എന്താണെങ്കിലും അങ്ങനെ ഒരു വിളി എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. പകരം
എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പൊ ഇന്നും ഞാൻ പറഞ്ഞു, ചർച്ചയ്ക്ക് ഞാനും തയ്യാറാണ്, ചർച്ച ചെയ്യാം എന്ന് പറയുന്നു, ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഇങ്ങനെ ഒരു മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്നതല്ലാതെ ആരുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവേ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം സാന്ദ്രാജിയോട് സൂചിപ്പിച്ചോട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം, കാരണം ഞാൻ സിനിമാ രംഗത്തെ വ്യക്തി അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ കഴിയും. അതായത് ഈ ഹേമ കമ്മിറ്റി വന്നപ്പോ ഞാൻ ഈ സിനിമാ രംഗത്തെ തലപ്പത്തിരിക്കുന്ന ഒരു 10ൽ 6 or 7 പേരോട് ഞാൻ സംസാരിച്ചു. 7 out of 10 ആൾക്കാരോടും വ്യക്തിപരമായ ഫോണിലും മറ്റും സംസാരിച്ചു. ആൾക്കാരുടെ പേരിപ്പം പറയുന്നില്ല. അവരെന്നോട് പറഞ്ഞ ആദ്യ കാര്യങ്ങളിൽ ഒന്ന്, രാഹുൽ ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ബഹുമാനത്തോടെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ? അപ്പൊ അവരെന്നോട് പറഞ്ഞത്, ആൾക്കാരെല്ലാം പ്രമുഖരാണ്, ആരാന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഹേമ കമ്മിറ്റി ഞങ്ങളുടെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും കൂടെ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നമുക്കതിനോട് 1-2 കാര്യത്തിൽ ന്യൂവാൻസുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ഹേമ കമ്മിറ്റിയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന മനസ്സാണ് മലയാള സിനിമയിൽ നിൽക്കുന്നവർക്കെല്ലാം. അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, കോൺക്ലേവ് പോകണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ഞാനത് വ്യക്തിപരമായ ഫോൺ കോൺവെർസേഷനിൽ പറയുകയാണ്. അതായത് വെളിയിൽ പറയാൻ വേണ്ടിയിട്ടല്ല, ജെനുവിൻലി ഹേമ കമ്മിറ്റി പ്രശ്നങ്ങൾ കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ടത് കുറച്ചുകൂടെ പ്രൈവറ്റ് ആണെന്ന് കരുതുന്നവരാണ് ഭൂരിപക്ഷവും. പക്ഷേ അങ്ങനെയുള്ളവരാണ്. എനിക്ക് ഇപ്പോഴും അഭ്യർത്ഥിക്കാനുള്ള ജോസ് തോമസ് സാറിനെ പോലെയുള്ള മുതിർന്ന ആൾക്കാരോ, ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ഒരു കോംപ്രമൈസ് സ്റ്റോക്കോ കൺസെൻസസ് സ്റ്റോക്കോ 2 ഭാഗത്തും വിളിച്ചെടുക്കുന്നതാണ് സാധാരണക്കാരായ ഞങ്ങൾ. അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ലല്ലോ. ഈ നിർമ്മാതാവിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടക്കുന്നു മറുവശത്ത്. അല്ലല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ സാന്ദ്രയോട് പറഞ്ഞല്ലോ, സാന്ദ്ര നമുക്ക് ഒരുമിച്ചിരിക്കാം, ഞാൻ സംഘടന ഇല്ലെങ്കിൽ പോലും നോക്കൂ, ഒരു സംഘടനയുടെ തലപ്പത്തിരുന്ന ഉണ്ണികൃഷ്ണൻ അങ്ങനെയൊന്നും നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളൊന്നുമല്ല. ഇത് തെറ്റിദ്ധാരണ ഇതിനകത്ത് ഒരുപാടുണ്ട് കേട്ടോ. സാന്ദ്ര ഒന്നാലോചിക്കണം, നിർമ്മാതാവില്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സാന്ദ്രയെ പോലെ വളരെ കുറച്ചു പേരേ ഉള്ളൂ സിനിമയിൽ സ്ത്രീ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ സംരംഭക എന്ന് പറയുന്നത്. ആ സാന്ദ്ര ഇൻഡസ്ട്രിക്ക് ആവശ്യത്തിനാണ് എടുത്തതെല്ലാം നല്ല സിനിമകൾ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ചർച്ച വന്നാൽ ഞങ്ങൾ ന്യായത്തിന്റെ കൂടെ നിൽക്കും. അത് ഭയമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടെ നിൽക്കുമെന്ന് പറയുന്നവരെ ഭയമാണെന്നാണ്. അല്ല, എന്തിനു ഭയക്കണം? നമുക്ക് ഇത് വെള്ളരിക്കാൻ പറ്റണമെന്നല്ല. ഇത്രയും ഇഷ്യൂ ആയ സംഭവത്തെ ഒന്നും ഭയക്കട്ടെ. സാന്ദ്രയുടെ പൈസ ഭയം വരുന്നത് എന്ന് രാവിലെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾക്ക് ഇപ്പോൾ ഭയം തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മെഗാ പ്രോജക്റ്റുമായിട്ട് താങ്കൾ എങ്ങനെ മുന്നോട്ട് പോകും? എനിക്കറിയില്ല. എന്റെ മുന്നിൽ ഇപ്പോഴും ഒരു ഇരുട്ടാണ്. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊന്നും അറിയില്ല. സാന്ദ്രയോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. സാന്ദ്ര ഇപ്പൊ പറഞ്ഞല്ലോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കാൻ വേണ്ടി ബി ഉണ്ണികൃഷ്ണൻ ഇടപെട്ടു, ചിലരൊക്കെ സാന്ദ്രയോട് പറഞ്ഞു. അതിലൊരാളുടെയെങ്കിലും പേര് പരസ്യമായിട്ട് ഇവിടെ പറയണമെന്നല്ല, പറഞ്ഞിട്ട് ഇന്നയാൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടുവതിൽ ബി ഉണ്ണികൃഷ്ണനെയും ആ മനുഷ്യനെയും സാന്ദ്രയും വിളിച്ചിരുത്തിയിട്ട് ചോദിക്കും, ഇങ്ങനെ ഇടപെട്ടോ എന്ന് ചോദിച്ചിട്ട് ഇടപെട്ടു എന്ന് കൃത്യമായി തെളിഞ്ഞാൽ ആ ഉണ്ണികൃഷ്ണനെ കൊണ്ട് തന്നെ ഞാൻ സാന്ദ്രയോട് മാപ്പ് പറയും. ഞാൻ ഇവിടെ തന്നെ പറയാലോ, ഞാൻ ശ്രീ ആൻഡോ ജോസഫ് ആണ് പറഞ്ഞത് ബി ഉണ്ണികൃഷ്ണനാണ് ഇതിൽ ഇടപെട്ടത് എന്നുള്ളത്. ഇന്ന് ആൻഡോ ജോസഫ് രണ്ടാം പ്രതിയല്ലേ? സാന്ദ്ര കൊടുത്ത കേസിൽ 2ാം പ്രതിയല്ലേ? ശ്രീ ആൻഡോ ജോസഫ് എന്നോടല്ല പറഞ്ഞത്, മറ്റൊരു വ്യക്തിയോടാണ് പറഞ്ഞത്. മറ്റൊരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞത്. ചില വിഷയങ്ങൾ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇന്നയാൾ എന്നോട് പറഞ്ഞു എന്ന് പറയാനുള്ള ധൈര്യമുണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അത് ആൻഡോ ജോസഫ് സാന്ദ്രയോടല്ല പറഞ്ഞത്, വേറൊരാളോട് പറഞ്ഞെന്ന്. അപ്പൊ ഇങ്ങനെ കേട്ടറിവും കണ്ടറിവും വ്യത്യാസമുണ്ട്. നമുക്ക് വെച്ചിട്ടൊന്നും പറയാൻ ഞാൻ പറയുന്നു, ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു, ഉണ്ണികൃഷ്ണൻ അതിനുവേണ്ടി ചെറുപേരിൽ ഇണക്കിയിട്ടില്ല. ഒരാളെ പുറത്താക്കാനോ അകത്താക്കാനോ മറ്റൊരു സംഘടനയെ ശ്രമിക്കുന്ന ആളല്ല ഉണ്ണികൃഷ്ണൻ. അല്ല, ഉണ്ണികൃഷ്ണന്റെ ഒരു ഇത് ഞാൻ പറയാം. ഉണ്ണികൃഷ്ണന്റെ ഒരു ചില ആൾക്കാർക്കുള്ള പോലെ സംസാരിക്കുന്ന രീതി, ഇപ്പൊ ചിലർ പറയും ഞാൻ ഭയങ്കര സ്രൂഡാണെന്ന് പറയും. ശരിക്കും ഞാൻ പറയുന്ന വാക്കുകൾ സ്രൂഡായിട്ട് ഉണ്ണികൃഷ്ണൻ ഭയങ്കരമായിട്ട് അങ്ങ് സംസാരിക്കും. ആൻഡോ ജോസഫും താങ്കൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ആൻഡോ ജോസഫിനെതിരെയും പരാതി വന്നതും ആൻഡോ ജോസഫ് 2ാം പ്രതിയായതും. ആൻഡോ ജോസഫ് ഏത് രീതിയിൽ ഇടപെട്ടെന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കുന്ന തീരുമാനത്തിൽ അല്ലേ? അല്ല, എന്ന് വേറൊരാൾ പറഞ്ഞു. അല്ലല്ല, ഇതങ്ങനെയല്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേരിട്ട് ഇടപെട്ടു. പുറത്താക്കുന്ന കാര്യത്തില് അവിടെ പല ചർച്ചക്കാരും ഞാൻ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ എന്നെ പുറത്താക്കുന്നത്. ഒരു എൻക്വയറി പോലും നടത്താതെയാണ് എന്നെ പുറത്താക്കുന്നത്. അപ്പൊ ഈ പുറത്താക്കാൻ അവർക്കെതിരെ കേസ് കൊടുത്ത ഒരാള് ഇനി ഒരു കാരണവശാലും അവിടെ വെച്ചോണ്ടിരിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെയുള്ളവരെ വളർത്തിക്കൂടാ, അവരെ പുറത്താക്കണം, അതാണ് സംഭവം എന്ന് പറഞ്ഞു എന്ന് സാന്ദ്രയോട് ഒരാൾ പറഞ്ഞു. ആ ഒരാൾ ആരാണെന്ന് പറയുന്നില്ല. അല്ല, പുറത്താക്കണം. അതിന് തെളിവുകളുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, അതിന് കൃത്യമായ തെളിവുകളുണ്ട്. സാന്ദ്ര വെറുതെ പറഞ്ഞല്ല, സാന്ദ്രയോട് പറഞ്ഞിട്ടുണ്ടാവാം. ആളാരാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഈ നമ്മൾ പറയില്ലേ, പരദൂഷണം പറയുന്ന ആളെ കണ്ടുപിടിച്ച് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരണം. അയാളാണോ കൾപ്രിറ്റ് എന്ന് നമ്മൾ കണ്ടെത്തണം. ശരിക്കും സാന്ദ്ര കരുവാക്കുകയാണ് ഇവിടെ ആരൊക്കെയോ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിക്കൂടെ?
എന്നെ പുറത്താക്കിയത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. അതായത് എന്റെ ആദ്യത്തെ, ഞാൻ 14 വർഷമായി ഈ സിനിമയിൽ നിൽക്കുന്നു. എന്റെ ആദ്യത്തെ സിനിമയായ ഫ്രൈഡേ മുതൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതി എന്റെ ഫസ്റ്റ് സിനിമ മുതലുണ്ട്. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പുള്ളി എന്നോട് അങ്ങനെ ഒരു ഇത് സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ അതൊന്നും കംപ്ലൈന്റ് ആയിട്ട് ഞാൻ എവിടെയും വന്നിട്ടില്ല. ഫ്രൈഡേയിൽ ഉണ്ടായിട്ടുണ്ട്, ഓം ശാന്തി ഓശാനയിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പപ്പേട്ടനുമായിട്ട് ചെയ്ത സിനിമയിലുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ പുള്ളിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പാട് എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് ഗതി കെട്ടപ്പോ ആണ് പുറത്തേക്ക് വന്നതിനെ പ്രവർത്തകർക്ക് വേണ്ടിയായിരിക്കും ഇടപെട്ടിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് അവിശ്വസിക്കാൻ പറ്റില്ല. അത് കാരണം മലയാള സിനിമയിലെ ഒരു പ്രമുഖയായ നിർമ്മാതാവാണ്, ഒരു വനിതാ നിർമ്മാതാവ് തന്നെയാണ്. കാരണം അവർ വളരെയധികം റിസ്ക് എടുത്താണ് ഈ ജോലി ചെയ്യുന്നതെന്ന് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ, രണ്ടുപേർക്കും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ, അതും ഒരു പ്രബല സംഘടനയുടെ നേതാവ് നേരിട്ട് പറഞ്ഞിട്ടില്ല. നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്ന്. പരസ്പരം സംസാരിക്കുമ്പോൾ ആൾക്കാർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അങ്ങനത്തെ സാധ്യതകളും കൂടി നമ്മൾ കാണണ്ടേ? ശ്രീ സാന്ദ്ര, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവരെല്ലാം പറയുന്നത് കേട്ടോ. റിയലിസ്റ്റിക്കലി സംഭവിക്കുന്നതാണ്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം. അത് ഈ അവസാനത്തെ വിഷയത്തിൽ മാത്രമാണ്. മറ്റതെല്ലാം എന്റെ നേരിട്ട അനുഭവങ്ങളാണ്. അതില് ഇപ്പം ജൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കേസിൽ 15 ലക്ഷം രൂപ കോമ്പൻസേഷൻ തരണമെന്ന് ചേംബർ തീരുമാനം എടുത്തതിന് ശേഷം എനിക്ക് ഇപ്പം 5-6 വർഷമായി ഇതുവരെയും എനിക്ക് 1 രൂപ പോലും കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അത് ഇദ്ദേഹം കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിലാണ് അവർ ഇതുവരെയും ഒരു രൂപ കോമ്പൻസേഷൻ പോലും തരാത്തത്. ഞാൻ കൊടുത്ത അഡ്വാൻസ് തന്നെ ഈ വളരെ അടുത്ത കാലത്താണ് എനിക്ക് തിരിച്ചു കിട്ടിയത് തന്നെ. ഒരു ഡയറക്ടർ കൊടുത്ത റെമ്യൂണറേഷൻ തിരിച്ചു തന്നു, അഡ്വാൻസ് തിരിച്ചു തന്നു. അടുത്ത കോമ്പൻസേഷൻ പൈസ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ മറ്റൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി പടം ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ടത്, അല്ലേ? അദ്ദേഹം പിന്നീട് റൈറ്റർ പിന്നീട് സിനിമ ചെയ്തല്ലോ. റൈറ്ററും പൈസ മേടിച്ചതല്ലേ 5 ലക്ഷം രൂപ. ഭദ്രനോ? ഡയറക്ടറും വാങ്ങിച്ചിരുന്നു, റൈറ്ററും വാങ്ങിച്ചിരുന്നു 5 ലക്ഷം രൂപ വെച്ച്. അതെ, ഡയറക്ടറല്ലേ തരേണ്ട കോമ്പൻസേഷൻ? അല്ല, റൈറ്ററും ഒരു പ്രോജക്റ്റിനല്ലേ നമ്മള് പൈസ കൊടുക്കുന്നത്, അല്ലാതെ ഡയറക്ടർ മാത്രമല്ലല്ലോ അതിനകത്ത് ഉള്ളത്. അന്ന് ഡയറക്ടറും റൈറ്ററും ആ പ്രോജക്റ്റ് പിന്നീട് ചെയ്തില്ലല്ലോ. ചെയ്തില്ല. പക്ഷെ അടുത്തൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അതിന് മുമ്പായിട്ടെന്നുള്ളതല്ല, എനിക്ക് അത് അവരന്ന് ആ സിനിമ വേണ്ടെന്ന് വെക്കാൻ കാര്യം എന്താ? അതിന് വേറെ പ്രൊഡ്യൂസർ ഉണ്ട്, ഞാൻ അത് വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ വിട്ടുതരാം, എനിക്ക് കോമ്പൻസേഷൻ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് 1 കോടി രൂപയാണ്, ചേംബർ തീരുമാനിച്ചത് 15 ലക്ഷം രൂപയാണ്. ശരി, 15 ലക്ഷം രൂപയെങ്കിൽ സാന്ദ്ര നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്നത് ഒരുപാട് കോടികൾ കിട്ടിയത്, ലാഭം കിട്ടിയതല്ലേ? ലാഭം കിട്ടിയത് പടം റിലീസിന് ശേഷമല്ലേ? ഈ കോമ്പൻസേഷൻ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് നടക്കുന്നത് പടം തുടങ്ങുന്നതിന് മുമ്പല്ലേ? അപ്പൊ അങ്ങനെ ജൂഡ് ആന്റണി എന്ന് പറയുന്ന ആദ്യത്തെ പടം ചെയ്യുന്ന ആൾക്ക് മൊത്തം 7 ലക്ഷം രൂപയാണെന്ന് റെമ്യൂണറേഷൻ. ആ പണം മുഴുവൻ സാന്ദ്രയ്ക്ക് തരികയാണ് ചെയ്തത്. അപ്പൊ അതിന് പടം റിലീസിന് ശേഷം ലാഭം കിട്ടിയെന്നുള്ളതല്ല. അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓം ശാന്തി ഓശാന എന്ന് പറയുന്ന സിനിമ 2/10 ഞാൻ ആ സിനിമ ശ്രീ ആൽവിൻ ആന്റണിക്ക് കൈമാറും. അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2/10. അന്ന് അതിന് തൊട്ട് മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമയായ തട്ടത്തിന് മറയത്ത് എന്ന സെയിം കോമ്പിനേഷനിലുള്ള സിനിമ 2.5 കോടി രൂപ സാറ്റലൈറ്റ് മാത്രം പോയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വരുന്ന ഒരു പടമാണ് ഇതിന്. അപ്പൊ സാറ്റലൈറ്റ്, ഡിജിറ്റല്, ബാക്കിയുള്ള കോസ്റ്റ് എല്ലാം കൂടി ഇത് ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന് ടേബിൾ പ്രോഫിറ്റ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് കൊത്തിക്കൊണ്ട് പോകാൻ ആളുകളുടെ എണ്ണം കൂടിയത്. അവസാനം ഇത് കംപ്ലൈന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും സാന്ദ്രയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണനെതിരെയും ആൻഡോ ജോസഫിനെതിരെയുമാണ് കേസ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പവർ ഗ്രൂപ്പ് പകരം വീട്ടുന്നുവെന്ന് 82% പ്രേക്ഷകരും. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.